ഇന്ന് പഠിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ തന്നെ സഭാപിതാക്കന്മാരുടെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനമാണ്. ഈ പുസ്തകം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് 10 അധ്യായങ്ങളാണ്. അതായത് ആദ്യത്തെ അധ്യായത്തില് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവും ആദിമസഭയും, 2 സഭാപിതാക്കന്മാരുടെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവും അവയുടെ അടിത്തറയും, 3 ബൈബിളിന്റെ രൂപീകരണവും മൂലകൃതികളും തർജ്ജമകളും, 4 സഭാപിതാക്കന്മാരും ബൈബിൾ വ്യാഖ്യാനവും, 5 അപ്പസ്തോലിക പിതാക്കന്മാരും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവും, 6 വിശ്വാസ സമർത്ഥകരും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവും. അടുത്ത അധ്യായം സിറഫിലെ പലസ്തീനിയൻ സഭാപിതാക്കന്മാരും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവും, 8 അലക്സാണ്ട്രിയയിലെ സഭാപിതാക്കന്മാര് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം, അന്ത്യോക്യയിലെ സഭാപിതാക്കന്മാര് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം, ലത്തീൻ സഭാപിതാക്കന്മാര് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം. ഇത് ഓൾറെഡി പുസ്തകം നിങ്ങളുടെ കയ്യിൽ കാണും. ഈ 10 അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനിയുള്ള സ്ലൈഡ്സിൽ മെയിൻ പോയിന്റ്സ് ഉണ്ടാകും. ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, വ്യാഖ്യാനം. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്നു. ആക്ച്വലി വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യം ഉണ്ടോ? ഇതൊരു സംശയമാണ്. കാരണം ദൈവം വെളിപ്പെടുത്തി തന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇവിടെ തീർച്ചയായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരു വ്യാഖ്യാനം ആവശ്യമാണ്. കാരണം ഇത് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മൾ ദൈവനിവേശിതമാണ്, വെളിപാടുകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഈ വെളിപാടുകളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് വേണ്ട വിധത്തിൽ ഇതിനെക്കുറിച്ച് അവഗാഹമുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ ഇന്ന് അനിവാര്യമാണ്. പ്രത്യേകമായും വെളിപാടുകളെ ആധികാരികമായി വ്യാഖ്യാനിച്ച് വിശ്വാസി സമൂഹത്തിന് നൽകുക എന്നത് ഈ സമൂഹത്തെ നയിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിനും തിരുവചന പഠനത്തിനുമായിട്ട് വിവിധ സ്കൂളുകൾ സ്ഥാപിച്ചു. ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു 8, 9 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് അലക്സാണ്ട്രിയൻ സ്കൂളിനെ കുറിച്ചും അന്ത്യോക്യൻ സ്കൂളിനെ കുറിച്ചും ഒക്കെ കാണും. ഇത് കൂടാതെ തന്നെ ചെറിയ ചെറിയ സ്കൂളുകളും നമുക്ക് ഇവിടെ സ്ഥാപിതമായിട്ടുണ്ട്. ഇനി നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യം പഴയ നിയമം ഏറ്റവും കൂടുതൽ യഹൂദ വിശുദ്ധ ഗ്രന്ഥവുമായി കണക്റ്റഡ് ആണ്. അതിൽ നിന്നും ഒരു ഉത്ഭവമാണ് നമുക്ക് ലഭിക്കുന്ന പുതിയ നിയമ ബൈബിള്. ഇനി ഈ യഹൂദ ബൈബിളിന് ഓൾറെഡി അംഗീകരിക്കപ്പെട്ട ഒരു കാനൻ ഉണ്ടായിരുന്നു. ഈ പുതിയ നിയമത്തിനും ഇതുപോലെ അംഗീകരിക്കപ്പെട്ട ഒരു കാനൻ ആവശ്യമായി വന്നു. അതിന് പ്രധാനമായിട്ടും 3 തത്വങ്ങളാണ് നിലവിൽ ഉണ്ടായിരുന്നത്. 1 പാരമ്പര്യത്തോടുള്ള വിശ്വസ്തത, 2 അപ്പസ്തോലിക ഉത്ഭവം, 3 സാർവത്രിക സ്വീകരണം. വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിന് പ്രധാനമായിട്ടും 2 രീതികളാണ് ഉണ്ടായിരുന്നത്. അതായത് വാച്യാർത്ഥ വ്യാഖ്യാനവും ആത്മീയാർത്ഥ വ്യാഖ്യാനവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഈ വാച്യാർത്ഥ വ്യാഖ്യാനം. ഇതിന്റെ അകത്ത് കൂടുതൽ നമ്മൾ ഈ ടൈറ്റിലുകൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു പോകുവാണെങ്കിൽ, ഞാനിപ്പോൾ പറയുന്നത് പേജ് 6-ലാണ്. ഈ ടൈറ്റിലുകൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാച്യാർത്ഥം, ആത്മീയാർത്ഥം, അതുപോലെ രക്ഷാകര ചരിത്ര സമീപനം, ക്രൈസ്തവ വ്യാഖ്യാതാക്കളും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം. ഇതിൽ തന്നെ ഈ ടൈറ്റിലിൽ തന്നെ നമ്മളുടെ പ്രതിപാദ്യ വിഷയങ്ങൾ ഉണ്ട്. ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. പ്രാചീന സാഹിത്യത്തിൽ അർത്ഥം ആശയത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക വിരളമായിരുന്നു. പെയറ്റോവിയോയിലെ വിക്ടോറിനസ് വെളിപാടിനെ വിശദീകരിക്കാൻ അർത്ഥത്തിന്റെ ഘടനാപരമായ സ്വഭാവം മനസ്സിലാക്കുക പ്രധാനപ്പെട്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടു. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് അർത്ഥവും, അതായത് ഒരു കാര്യം ഇതിന്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ അർത്ഥവും ആശയവും തമ്മിൽ ബന്ധപ്പെടുത്തി ആദ്യകാലങ്ങളിൽ വ്യാഖ്യാനം ഉണ്ടായിരുന്നില്ല. അതിന് പ്രാധാന്യം കൊടുത്താണ് വിക്ടോറിനസ് 3-ാം നൂറ്റാണ്ടില്. ഇനി ഒറിജിൻ ഇങ്ങനെ പറയുന്നുണ്ട്,
എവിടെയാണോ വാച്യാർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അചിന്തനീയമാകുന്നത്, അത്തരം സന്ദർഭങ്ങളിലേക്കാണ് നാം ആത്മീയാർത്ഥത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതെന്ന്. മനുഷ്യവംശത്തോടുള്ള ദൈവത്തിന്റെ സന്ദേശം എന്ന നിലയിൽ ബൈബിളിന്റെ ഓരോ വാക്കിലും അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനാൽ ഓരോ കഥയിലും ഓരോ ഉദ്ധീരണത്തിലും അടങ്ങിയിരിക്കുന്ന വാച്യാർത്ഥം ശ്രദ്ധാപൂർവകമായ പരിഗണന ആവശ്യപ്പെടുന്നു. മിലാനിലെ അംബ്രോസ് പറയുന്നുണ്ട്, ഈ അർത്ഥം നാം വായിക്കുന്ന വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് കരുതപ്പെട്ടിരുന്നു. കാരണം സാഹിത്യ കലകൾ കഥാതന്തുവിനെ മറച്ചു വയ്ക്കുന്നില്ല. ഇതെല്ലാം ഈ എഴുതിയതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്നുള്ള, അതായത് എന്താണോ എഴുതപ്പെട്ടിരിക്കുന്നതിന്റെ അകത്തുനിന്ന് മനസ്സിലാക്കാം എന്നുള്ളതിന് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിന്റെ വാച്യാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായിട്ടുള്ള അർത്ഥമാണ്. അതായത് ആർക്കും ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്. പഞ്ചഭൂതങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഒന്നായിട്ടാണ് ഇതിനെ മനസ്സിലാക്കിയിരുന്നത്. ഈ ആദിമസഭയിലെ വ്യാഖ്യാതാക്കൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ശരിയായ വ്യാഖ്യാനം എന്നതൊരു ആത്മീയ അഭ്യസനം ആയിരുന്നു. സഭാപിതാക്കന്മാർ ഇന്നത്തെ അനുവാചകരെ പോലെ ചരിത്രത്തെയും സംസ്കാരത്തെയും ആധുനീകരിക്കപ്പെട്ട കണ്ണുകളോടെ നോക്കുന്നവരെ പോലെയല്ല. എങ്കിലും അവരുടെ കാലത്ത് സാഹിത്യ വിഷയ സംബന്ധമായ അലങ്കാര ശാസ്ത്രങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം അവർ നേടിയിരുന്നു. ഇവിടെ നമ്മൾ ഇന്ന് ഈ സഭാപിതാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സഭാപിതാക്കന്മാര് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിന് വേണ്ടി അവർ അത്യധികം യത്നിച്ചിരുന്നു. ഇനി നമ്മൾ കാണാൻ പോവുകയാണ്, 25 വർഷം 30 വർഷങ്ങൾ ഒക്കെ എടുത്ത് ഈ വളരെയധികം തപസ്സിന്റെയും പ്രാർത്ഥനയുടേതുമായ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ പരിഭാഷപ്പെടുത്തുകയും വിശുദ്ധ ഗ്രന്ഥത്തിന് വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നതായിട്ട്. ചില സന്ദർഭങ്ങളിൽ വചനഭാഗങ്ങൾ അങ്ങേയറ്റം പരിശീലനം സിദ്ധിച്ചിരുന്ന വ്യാഖ്യാതാക്കളെ പോലും കുഴപ്പിക്കാറുണ്ട്. നമുക്കറിയാം, ചില വായനകള് ചിലപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാല് ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക്, അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിന്റെ പശ്ചാത്തലം എന്താണ്, അത് ആരാണ് എഴുതിയത്, ആർക്ക് വേണ്ടിയാണ് എഴുതിയത്, ഇങ്ങനെയുള്ള പല വസ്തുതകളിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം മൂലഭാഷകൾ, അതായത് ഏതൊക്കെ ഭാഷകളിലാണോ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അതും പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ അടുത്തത് നമ്മൾ കാണുന്നത് ആത്മീയ അർത്ഥത്തെക്കുറിച്ച്, ആത്മീയ അർത്ഥ വ്യാഖ്യാനം. ഈ സ്ലൈഡ്സിലെ ചില അക്ഷരങ്ങളൊക്കെ ക്ലിയർ അല്ല, ഇവിടെ ഒരു റൗണ്ട് മാത്രമാണ് കാണുന്നത്. ആത്മീയ അർത്ഥ വ്യാഖ്യാനം എന്നുള്ളതാണ്. വാച്യാർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു പ്രഥമ ദൃഷ്ടിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഒരു ആന്തരികമായിട്ടുള്ള അർത്ഥവും ഉണ്ട്. നമ്മൾ അനേകം തവണ കേട്ടിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് വരികൾക്കിടയിലൂടെ ആകണമെന്നുള്ളത്. ഇത് ആ ഒരു വാക്യം നമ്മൾ ഏതൊരു പെരിക്കോപ്പ്, ഒരു പർട്ടിക്കുലർ പാസേജ് നമ്മൾ എടുത്ത് വായിച്ചാലും അതിൽ നിന്നും ആ രചനയിൽ തന്നെ നമുക്കൊരു അർത്ഥം നൽകുന്നു. ഇനി അതിൻ്റെ ഉള്ളിലെ ആത്മീയമായിട്ട് ആ വചനം എന്നോട് എന്തോ ഒന്ന് പറയുന്നു. അതിനെ നമുക്ക് കൂടുതലായിട്ടും ആത്മീയ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും അഗ്രഗണ്യനായവർ പോലും വിശുദ്ധ ഗ്രന്ഥ വാക്യങ്ങൾക്ക് അതിസ്വാഭാവിക ശക്തിയുണ്ടെന്ന് വിശ്വസിച്ച് വരുന്നവരാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആ പവർ, അതിന്റെ ശക്തി, വചനങ്ങൾ എഴുതുന്നവര്, വചനം പഠിക്കുന്നവര്, വചനം ഉരുവിടുന്നവര്, ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ പോലും ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ തിരുവചനങ്ങളുടെ ആത്മീയാർത്ഥം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഞങ്ങളുടെ ഈ പേരാവൂര്, ഞാൻ തലശ്ശേരി രൂപതയിലെ പേരാവൂർ ഇടവകയിലാണ് ഒരു ടീച്ചർ 9 മാസം കൊണ്ട് സമ്പൂർണ്ണ ബൈബിള് എഴുതി കഴിഞ്ഞു. ഇപ്പൊ വീണ്ടും ടീച്ചർ എഴുതി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ എന്നതാണ് വെളിപ്പെടുത്തുന്നത്, ഈ വചനത്തിലെ ആ ഭാഷയ്ക്കുപരി അതിന് ഒരു ആത്മീയമായിട്ടുള്ള ഒരു അർത്ഥം വ്യക്തി ജീവിതത്തിലേക്ക് നൽകുന്നു എന്നുള്ളതാണ്. അടുത്തത് രക്ഷാകര ചരിത്ര സമീപനം. ആദിമ വ്യാഖ്യാതാക്കൾക്ക് വിശുദ്ധ ഗ്രന്ഥം അതിൽ തന്നെ ആവശ്യമായതും മതിയായതുമായ പശ്ചാത്തലം നൽകുന്നുണ്ട്. ഈ കാഴ്ചപ്പാട് വിശുദ്ധ ഗ്രന്ഥത്തിന് മുഴുവനായി അർത്ഥം കണ്ടെത്തുവാൻ അവരെ സഹായിച്ചു.
എന്നാൽ രക്ഷാകര പ്രവർത്തനത്തിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങളാണുള്ളത്. ദൈവിക പദ്ധതിയും മനുഷ്യന്റെ ഇച്ഛാശക്തിയും അഥവാ സ്വതന്ത്ര മനസ്സും. ദൈവിക പദ്ധതി നിത്യവും മാറ്റമില്ലാത്തതുമാണെങ്കിൽ മനുഷ്യന്റെ ഇച്ഛാശക്തി ദൈവിക ദാനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പ്രകടമാകുന്ന, ഇപ്പോൾ പേജ് 12 വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പ്രകടമാകുന്ന ഈ രക്ഷാചരിത്രത്തിന് വസ്തുനിഷ്ഠമായ ഒരു ഘടകം വ്യക്തിനിഷ്ഠമായ ഒരു ഘടകവും ഉണ്ട്. ഈ രക്ഷാചരിത്രത്തിന് രണ്ട് തരത്തിൽ, അതായത് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വ്യക്തിനിഷ്ഠമായ ഈ ഘടകത്തെ വിശ്വാസത്തിന്റെ തലം എന്ന് വിളിക്കാം. ഇത് വളരെ രക്ഷാകര ചരിത്രത്തിന്റെ കണ്ണുകളിൽ കൂടി വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കണമെങ്കിൽ വ്യാഖ്യാതാവിന്റെ വിശ്വാസത്തിന്റെ വിജ്ഞാന മണ്ഡലങ്ങൾ പ്രദീപ്തമാകണം. ഈ പ്രദീപ്തമാകൽ സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ്. എത്രമാത്രം കഴിവുള്ളവരാണെങ്കിലും, എത്രമാത്രം ഭാഷയിൽ നൈപുണ്യമുള്ളവരാണ് എന്നുണ്ടെങ്കിലും, ദൈവം വെളിപ്പെടുത്തിയ തിരുവചനങ്ങൾ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ ആവശ്യമാണ്. ഇനി നമ്മൾ കാണുന്നത് ക്രൈസ്തവ വ്യാഖ്യാതാക്കളും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവും. ആദിമ സഭയില് പേജ് 14 ക്രൈസ്തവ പണ്ഡിതരും യഹൂദ റബ്ബിമാരും തമ്മിൽ ഒഴിവാക്കാനാകാത്ത തർക്കങ്ങൾ നിലവിലിരുന്നു. സുവിശേഷകന്മാർ, നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈശോയെ ഫോക്കസ് ചെയ്യുന്നു. പക്ഷേ യഹൂദ പാരമ്പര്യം യഹൂദർക്ക് അത് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അത് വലിയ തർക്കങ്ങളിലേക്ക് നയിച്ചു. ഈ കാലയളവിൽ യഹൂദ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യ രീതി തന്നെ ഉളവായി. എങ്ങനെ? ഗ്രീക്ക് സെപ്റ്റുജിന്റ് എന്താണെന്ന്, ഗ്രീക്ക് ബൈബിൾ എന്താണെന്ന് ഇനി നമ്മൾ കാണാൻ പോവുകയാണ്. ഗ്രീക്ക് സെപ്റ്റുജിന്റിൽ നിന്നും വിശദാംശങ്ങളോ സാഹചര്യങ്ങളോ നൽകാതെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ അതിന് ഉദാഹരണമാണ്. ഇപ്രകാരം തിരഞ്ഞെടുത്ത വചനഭാഗങ്ങൾ രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഒന്നാമതായി, അവയെ മനസ്സിലാക്കുവാൻ യഹൂദർ പരാജയപ്പെട്ടെടുത്ത് സഭ വിജയിച്ചു. ഹെബ്രായ ക്രൈസ്തവ ഗ്രന്ഥങ്ങളെ ഉപയോഗപ്പെടുത്തി യഹൂദ മതത്തെ ഉപേക്ഷിക്കാനും നിരാകരിക്കാനും ലഭിച്ച സന്ദർഭങ്ങളെ സഭാപിതാക്കന്മാർ പാഴാക്കിയിരുന്നില്ല. എപ്പോഴെല്ലാം സെപ്റ്റജിന്റ് വിവർത്തനത്തിൽ പോരായ്മകൾ കണ്ടിരുന്നുവോ അപ്പോഴെല്ലാം അവ പരിഹരിക്കുവാൻ ഹെബ്രായ ബൈബിളും വ്യാഖ്യാനവും റബ്ബിമാരുടെ പഠനങ്ങളും ആവശ്യമായി വന്നു. അപ്രകാരം സഭാപിതാക്കന്മാരും റബ്ബീനിക് പാരമ്പര്യവും തമ്മിലുള്ള സംഭാഷണം അനിവാര്യമായി വന്നു. നോക്കിക്ക് എത്ര മനോഹരമായിട്ട് ഇത് പോകുന്നതെന്ന്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പുതിയ നിയമത്തിലേക്കും അതുപോലെ തന്നെ ബൈബിൾ കത്തോലിക്ക വ്യാഖ്യാനത്തിലേക്കും പരിഭാഷയിലേക്കും വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന എല്ലാ സോഴ്സസും അവർ ഉപയോഗിച്ചിരുന്നു. ഇനി അടുത്തത് 2-ാമത്തെ അധ്യായം, സഭാപിതാക്കന്മാരുടെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവും അവയുടെ അടിത്തറയും. ആദ്യമായിട്ട് ഇവിടെ പ്രത്യേകിച്ച് വ്യാഖ്യാനത്തിന് നമ്മൾ ഹെർമനോട്ടിക്സ് നിങ്ങൾ ഒരു പക്ഷെ പഠിച്ചു കാണും. ഹെർമനെയ്യ എന്ന് പറയുന്ന വാക്ക്, ഈ ഗ്രീക്ക് പദം, ഇതിന്റെ അർത്ഥം വ്യാഖ്യാനം, വിശദീകരിക്കുക, വ്യാഖ്യാനിക്കുക എന്നൊക്കെയാണ്. ആദിമസഭയിൽ ഉത്ഭുതമായിക്കൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന തത്വങ്ങളെയും നിയമങ്ങളെയുമാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാന ശൈലികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. പ്രധാനപ്പെട്ടതാണ്. ആദിമസഭയിൽ ഉത്ഭവിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന തത്വങ്ങൾ, നിയമങ്ങള്, സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാന നിയമങ്ങളെയുമൊക്കെയാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാന ശൈലികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നമ്മൾ ഇത് ഓരോന്നും ഇനി താഴോട്ട് വന്നു കഴിയുമ്പോൾ കാണുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് യഹൂദ കാനൻ. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് തുടക്കത്തിൽ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്നത്. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും പറയാവോ? തോറ, നബി. അക്ഷരങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ പറയുന്നു തനക്ക് എന്ന് വിളിക്കുന്നു. തോറ നിയമങ്ങൾ, നബി പ്രവാചകന്മാർ, കെത്തുബീം റൈറ്റിംഗ്സ് അതായത് ലിഖിതങ്ങൾ. ഇങ്ങനെ മൂന്നായിട്ട് ഇതിനെ തിരിച്ചിരിക്കുന്നു. നമ്മളുടെ ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ചരിത്രപരമായ പുസ്തകങ്ങൾ എന്ന് പറയുന്ന ഒരു ഡിവിഷനും കൂടെ നമുക്കുണ്ട്. പിന്നെ അതിന്റെ സ്ട്രക്ചറിലും നമുക്ക് വ്യത്യാസമുണ്ട്. നമ്മളുടെ ലിഖിതങ്ങൾ നബി പ്രവാചകന്മാരാണ് അവസാന ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടത് ക്രിസ്ത്യാനി നിയമത്തില്, അതായത് പഞ്ചഗ്രന്ഥി തോറായിലും
പ്രവാചകന്മാരിലും അടിസ്ഥാനമിട്ട യഹൂദ ആധികാരിക എഴുത്തുകാർ ഈശോ വിലമതിച്ചിരുന്നത് പോലെ ക്രൈസ്തവരും വിലമതിച്ചിരുന്നു. ഇവിടെ ഒരു ചില കൺഫ്യൂഷൻസ് വരും. താഴോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ അതിന് കൂടുതൽ വ്യാഖ്യാനങ്ങൾ കിട്ടുമായിരിക്കും. ചില കമ്മ്യൂണിറ്റീസ് തോറായ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നു. തോറ ദൈവമോശ വഴി നൽകപ്പെട്ട നിയമങ്ങള്. ചിലര് പ്രവാചക ഗ്രന്ഥങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നു. ലിഖിതങ്ങളിലെ പ്രധാനമായിട്ട് സങ്കീർത്തനങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. AD 95-100 കാലഘട്ടങ്ങളില് യഹൂദ ചരിത്രകാരനായ ജോസഫ് യഹൂദ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അന്തിമമായ കാനനിൽ ഉൾപ്പെടുന്ന 39 പുസ്തകങ്ങളെ പറ്റിയുള്ള പരാമർശം നൽകുന്നുണ്ട്. വീണ്ടും സെലൂക്കസ് രാജാവായ അന്ത്യോക്കസ് എപ്പിഫാനസ് ദുരിതപൂർണമായ കാലഘട്ടത്തിൽ പ്രവാചക പുസ്തകങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. സദുക്കായ സമൂഹം തോറായ്ക്ക് പ്രാധാന്യം നൽകി. കുമറാൻ സമൂഹം, സെപ്തുജന്ത് സമൂഹവും മറ്റു പുസ്തകങ്ങളും പ്രത്യേകം അപ്പോകലിപ്റ്റിക് എഴുത്തുകളും കൂടി കാനനിൽ ഉൾക്കൊള്ളിച്ചു. ഫരിസേയ കാനൻ ഇവയ്ക്കെല്ലാം ഇടയിലുള്ള ഒരു പാത സ്വീകരിച്ചു. അടുത്തത് നമ്മൾ കാണുന്നത് യഹൂദ വ്യാഖ്യാന ശൈലി. യഹൂദ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പുസ്തകങ്ങളുടെ ആധികാരികമായ എണ്ണം വളരെ വൈകിയാണ് തീരുമാനിക്കപ്പെട്ടതെങ്കിലും പേജ് 19 വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാന ശൈലിക്ക് ദൈർഘ്യമേറിയതും വ്യത്യസ്തവുമായ ഒരു ചരിത്രമാണ് ഉള്ളത്. സൂക്ഷിച്ച് വീക്ഷിച്ചു കഴിഞ്ഞാൽ 3 യഹൂദ വിഭാഗങ്ങൾ പ്രത്യേകം പരിഗണിക്കപ്പെടുന്നു. അതായത് റബ്ബിമാര്, കുമറാൻ സമൂഹം, പ്രവാസ ഗണങ്ങള്, ഇങ്ങനെ 3 ഗണങ്ങളുണ്ട്. അതില് റബ്ബിമാര്, റബ്ബീനിക് വ്യാഖ്യാന ശാസ്ത്രം യഹൂദ സംസ്കാരത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാഖ്യാന രീതിയായിരുന്നു. യഹൂദ ജനതയ്ക്കായുള്ള ദൈവഹിതം വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥം അവർക്ക് ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ റബ്ബിമാരുടെ ലക്ഷ്യം, റബ്ബീനിക് വ്യാഖ്യാനത്തിന്റെ ലക്ഷ്യം. വിലപ്പെട്ട വാമൊഴി പാരമ്പര്യത്തെ ആധാരമാക്കി നിയമത്തെ വ്യാഖ്യാനിച്ചതിനെ റബ്ബീനിക് പാരമ്പര്യം വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അല്പം മുൻപേ ഞാൻ പറഞ്ഞു, ചിലർ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നത് തോറായ്ക്കായിരുന്നു. പഴയ നിയമത്തിന്റെ മുഴുവനും ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവര് വളരെയധികം പ്രാധാന്യം നിയമത്തിന് അല്ലെങ്കിൽ തോറായ്ക്ക് നൽകപ്പെട്ടിരുന്നു. കാരണം എന്ന് അവർ നിയമം അനുസരിച്ചോ അന്ന് ദൈവാനുഗ്രഹങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്ന് അവർ നിയമത്തിൽ നിന്നും വ്യതിചലിച്ചോ ആ സമയത്ത് ദൈവം അവരെ ശിക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തോറായ്ക്ക് അല്ലെങ്കിൽ നിയമത്തിന് അവർ ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിരുന്നു. അടുത്തത് നമ്മൾ കാണുന്നു കുമറാൻ സമൂഹത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നുണ്ട് പിന്നീട്. അതുകൊണ്ട് നമ്മളിപ്പോ ഇത്രയും മാത്രം. രണ്ടാമത്തേത് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കുമറാൻ സമൂഹം. അടുത്തത് പ്രവാസത്തിലെ യഹൂദ ജീവിത സംസ്കാരം. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന പ്രവാസികളായ യഹൂദർക്കിടയിലാണ് ഈ വ്യാഖ്യാന ശൈലി കാണാനാകുന്നത്. ഈ ശൈലിയെ പ്രചാരത്തിൽ എത്തിച്ചത് അലക്സാണ്ട്രിയയിലെ പീലോയുടെ എണ്ണമറ്റ എഴുത്തുകളും വ്യാഖ്യാനങ്ങളുമാണ്. ഈ അലക്സാണ്ട്രിയയിലെ യഹൂദ കാനൻ സെപ്തുജിന്ത് ആയിരുന്നു. 3-ാമത്തെ അധ്യായം ബൈബിളിന്റെ രൂപീകരണവും മൂലകൃതികളും തർജ്ജമകളും. 3 കാര്യങ്ങൾ: രൂപീകരണം, മൂലകൃതി, തർജ്ജമകൾ. ഇവിടെ പുരാതന ഇസ്രായേലിൽ നമുക്കറിയാം പഴയ നിയമത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച്, പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഉത്ഭവം എന്ന് പറയുന്നത് ഇത് ആദ്യം വാമൊഴിയായി നൽകപ്പെട്ട ഒന്നായിരുന്നു. ഇവിടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച്, മോശയെ കുറിച്ച്, ഇസ്രായേൽ ജനത്തിന്റെ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട്, ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങള് കഥകളായിട്ട് മാതാപിതാക്കന്മാരിൽ നിന്ന് സന്താനങ്ങളിലേക്ക്, പ്രഗത്ഭരായ കഥ പറച്ചിലുകാരിൽ നിന്ന് ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു കൊണ്ടുവന്നിരുന്നു. പിന്നീടുള്ള കഥകൾ എന്ന് പറയുന്നത് ന്യായാധിപന്മാര്, രാജാക്കന്മാര്, പ്രവാചകന്മാര് എന്നിവരെ കുറിച്ചുള്ളതായിരുന്നു. ഇവ കൂടാതെ ഒത്തിരിയേറെ പാട്ടുകള്, നിയമസംഹിതകള്, പഴഞ്ചൊല്ലുകള്, സങ്കീർത്തനങ്ങള് എന്നിവയും വാമൊഴിയായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നു. ഈ സാഹിത്യ രൂപങ്ങളോട് വാമൊഴിയായി പ്രചരിക്കുന്നതിനിടയിൽ ബൈബിളിന്റെ ഉള്ളടക്കത്തിന് ചില നിശ്ചിത രൂപങ്ങൾ കൈവന്നു. ഈ സാഹിത്യ രൂപത്തോട് ചിലതൊക്കെ കൂട്ടിച്ചേർത്തു, ചിലതൊക്കെ വിട്ടുകളയുകയും ചെയ്തു. ഇനി നമ്മൾ കാണുന്നത് 4 ട്രഡീഷൻസിനെ കുറിച്ച്, അതായത് 4 പാരമ്പര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ചിലർക്കെങ്കിലും അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു വസ്തുതയാണ്. അത് പേജ് 26-27 ആണെന്ന് തോന്നുന്നു. അവിടെ എന്താണ്
ഉള്ളടക്കത്തിലും ശൈലിയിലും ഒരുപോലെയുള്ള കാര്യത്തിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ടു. ഈ അനുമാനത്തോട് ചേർന്ന് പോകുന്ന പഞ്ചഗ്രന്ഥ രൂപീകരണത്തെ സംബന്ധിച്ച് ജൂലിയസ് വെൽഹൗസൻ അവതരിപ്പിക്കുന്ന രേഖാ സിദ്ധാന്തം. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ട്രഡീഷൻസ് അല്ലെങ്കിൽ 4 പാരമ്പര്യങ്ങൾ എന്ന് പറഞ്ഞറിയപ്പെടുന്നത്. ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് മെൻ എന്നാണ്, മെൻ ഹൗസൻ എന്നാണ്. അത് തെറ്റാണ്. വെൽഹൗസൻ, ജൂലിയസ് WELL വെൽഹൗസൻ എന്ന് പറയുന്ന പണ്ഡിതനാണ് ഈ പാരമ്പര്യങ്ങൾ ഫോർ ട്രഡീഷൻസ് തിയറി എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. ഇതനുസരിച്ചുകൊണ്ട് പഞ്ചഗ്രന്ഥിയുടെ മിക്ക ഭാഗങ്ങളും പ്രാചീന കാലത്ത് എഴുതപ്പെട്ട 4 അടിസ്ഥാന രേഖകളുടെ സമാഹാരമാണ്. യാഹ്വിസ്റ്റ്, എലോഹിസ്റ്റ്, ഡ്യൂട്രോണമിക്, പ്രീസ്ലി. ശ്രദ്ധിക്കണേ, ഇതെന്താണെന്നുള്ളത് ഇനി മനസ്സിലായില്ലെങ്കിൽ ഏറ്റവും അവസാനം മനസ്സിലാകാത്തവരൊന്നുകൂടെ ചോദിച്ചു. ഈ 4 പാരമ്പര്യങ്ങള്, അതായത് യാഹ്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ നിയമത്തില് ദൈവത്തെ അനേകം പേരുകളില് വിളിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ദൈവം യാഹ്വേ എന്ന 2 പേരുകളില് പ്രധാനമായും നമ്മൾ ദൈവത്തെ വിളിക്കാറുണ്ട്. ഇനി ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് മോശ വഴി സ്വയം വെളിപ്പെടുത്തിയ പേരാണ് യാഹ്വേ. YHWH എന്ന 4 അക്ഷരം. ഇതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ട് കാണും. ഹീബ്രു അക്ഷരമാലയിലെ യോദ്, ഹെ, വൗ, ഹെ ഇങ്ങനെ 4 അക്ഷരങ്ങളാണ്. യഹൂദര് ദൈവത്തിന്റെ പേര്, അതായത് ദൈവം മോശയോട് അരുളി ചെയ്യുന്നു, എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ കാതുകളിൽ പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ദൈവം മോശയെ തിരഞ്ഞെടുത്ത് അയക്കുന്നു. അപ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണെന്നാണ് ഞാൻ അവരോട് പറയേണ്ടത്? അപ്പൊ പറയാണ്, ഞാൻ തന്നെ. അതിനെ ഞാൻ തന്നെ എന്ന് ദൈവം സ്വയം വെളിപ്പെടുത്തി കൊടുത്ത പേരാണ് യാഹ്വേ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ യോദ്, ഹെ, വൗ, ഹെ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ട്രാൻസ്ലിറ്ററേഷൻ നമുക്ക് പറയത്തില്ല. ട്രാൻസ്ലിറ്ററേഷൻ YHWH. ഇതിനെ യാഹ്വേ എന്ന് നമ്മൾ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യാറുണ്ട്. ഈ നാമം അത്രമാത്രം ശ്രേഷ്ഠമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ദൈവം വെളിപ്പെടുത്തിയ പേരാണ് യാഹ്വേ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ദ ലോർഡ്, മലയാളം കർത്താവ്. ഇനി ഏൽ എന്ന് പറയുന്ന നാമം, അതായത് ഇവിടെ യാഹ്വിസ്റ്റിക് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ യാഹ്വേ എന്ന ദൈവനാമം ഉപയോഗിച്ചിട്ടുള്ള ആ ബൈബിൾ ഭാഗങ്ങള് പറയുന്നു ഇത് യാഹ്വിസ്റ്റിക് ട്രഡീഷനിൽ നിന്നാണ്, പാരമ്പര്യത്തിൽ നിന്നാണ്. അടുത്തത് ഏൽ എന്ന് പറയുന്ന കോമൺ നെയിം, അതായത് പൊതുവായ സാധാരണയായ ദൈവനാമം ഏൽ എന്ന് പറയുന്നു. അത് എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്ന ഒരു കോമൺ നെയിമാണ്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തെ ഏൽ അല്ലെങ്കിൽ എലോഹിം എന്ന് വിളിക്കുന്നു. ഈ എലോഹിം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഗോഡ്, അതിന്റെ മലയാളം ദൈവം. മനസ്സിലായി എന്ന് കരുതുന്നു. അതാണ് എലോഹിസ്റ്റിക് പാരമ്പര്യ ആ ദൈവം എന്ന നാമം ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ഡ്യൂട്രോണമിക് ട്രഡീഷൻ, അതായത് ഡി എന്ന് പറഞ്ഞ് നമ്മൾ അത് ഉപയോഗിക്കുന്നു. അതായത് BC 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന ഡ്യൂട്രോണമിക്, അതായത് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിയമത്തിനാണ്. അടുത്തത് P എന്ന് പറയുന്ന പ്രീസ്ലി ട്രഡീഷൻ, ഉറവിടം. ഇവിടെ ബാബിലോണിയൻ പ്രവാസ കാലഘട്ടത്തിലാണ് ഈ പ്രീസ്ലി ട്രഡീഷന്റെ ഉപയോഗം കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നത്. ഇവിടെ കൂടുതലും പ്രീസ്ലി വാക്കിൽ നിന്ന് തന്നെ പുരോഹിത പാരമ്പര്യം എന്നാണ്. അതായത് സാബത്ത്, പരിച്ഛേദനം, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അഹ്റോന്റെയും പുരോഹിത വർഗത്തിന്റെയും സ്ഥാനം, സിനായി മലയിൽ വെച്ച് നൽകപ്പെട്ട ദൈവാരാധനയെ സംബന്ധിച്ച വിവിധ നിയമങ്ങൾ തുടങ്ങിയ മതവിശ്വാസത്തെ പരാമർശിക്കുന്ന വിവിധ കാര്യങ്ങളെ പരാമർശിക്കുന്നതാണ് ഇത്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് പുതിയ നിയമം. ഈശോയുടെ മരണശേഷം ആദിമ ക്രൈസ്തവർ ഈശോയുടെ ജീവിതത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടുത്തെ പീഡാനുഭവം, മരണ ഉത്ഥാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വാമൊഴിയായി വരും തലമുറകൾക്ക് കൈമാറി.
ഈ വാചിക പാരമ്പര്യത്തിൽ നിന്നാണ് പുതിയ നിയമത്തിലെ ഗ്രന്ഥങ്ങൾ രൂപപ്പെട്ടത്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യകാലത്ത് ഇപ്പൊ നമുക്കറിയാം, കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈശോയുടെ ജനനത്തെക്കുറിച്ചും പരസ്യ ജീവിതത്തെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചും ഒന്നും ആദ്യം അപ്പൊ അത് എഴുതി വെച്ചൊന്നുമില്ല. വാമൊഴിയായി പകർന്നു നൽകി പിന്നീടാണ് അത് എഴുതിയത്. മൂലഭാഷകളും എഴുത്തുകളും. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മൂലഭാഷകൾ ഹീബ്രു, അറമായ, ഗ്രീക്ക് എന്നീ ഭാഷകളിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവിധ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത്. മൃഗത്തോലിലും പപ്പീറസ് ചെടിയിൽ നിന്നും ഉണ്ടാക്കിയ പാപ്പിറസ് പേപ്പറുകളിലുമാണ് വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ എഴുതപ്പെട്ടത്. പഴയ നിയമത്തിന്റെ ഖുമറാൻ ചുരുളുകള്. അടുത്തത് പിന്നെ ഇവിടെ മൂലകൃതികളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 1900, ഇതാണ് അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുമെന്ന്. 1947 ശേഷം ചാവുകടലിന്റെ വടക്കു പടിഞ്ഞാറ് തീരത്തുള്ള യൂദയായിലെ ഖുമറാൻ എന്ന മരുപ്രദേശത്ത് നിന്ന് കണ്ടെടുത്ത പഴയ നിയമത്തിന്റെ കയ്യെഴുത്ത് പ്രതികളാണ് ചാവുകടൽ ചുരുളുകൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഖുമറാൻ ചുരുളുകള്. ഇത് കണ്ടെത്തിയത് അന്ന് അവിടെ നിലനിന്നിരുന്ന 1-2 നൂറ്റാണ്ടുകളിൽ രൂപം പ്രാപിച്ച ഒരു സന്യാസ സമൂഹമായി എസ്സീനികൾ, അതായത് ദരിദ്രർ എന്ന് അനവിം എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച എസ്സീനികള് ഖുമറാനിൽ അവരുടെ പിൻതലമുറയ്ക്കു വേണ്ടി മൺകുടങ്ങളിൽ സൂക്ഷിച്ച അമൂല്യ നിധിയാണ് ഇത്. ഇത് കണ്ടെത്തിയത് ഏകദേശം 11 ഗുഹകളിലായിട്ട് 180 ചുരുളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അഹമ്മദ് എൽ ഹമാദ് എന്ന് പറയുന്ന ഒരു ഇടയ ചെറുക്കൻ തന്റെ ആടിനെ കാണാതെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ ഗുഹകൾ കണ്ടെത്തുകയും ഈ ചുരുളുകൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഖുമറാൻ രേഖകൾ കണ്ടെടുക്കുന്നതിന് ഹീബ്രു ബൈബിളിന്റെ ലഭ്യമായിരുന്ന പ്രധാനപ്പെട്ട കയ്യെഴുത്ത് പ്രതികള് നാഷ് പപ്പീറസ്, കെയ്റോ കോഡെക്സ്, ആലപ്പോ കോഡെക്സ്, ലെനിൻഗ്രാഡ് ബ്രിട്ടീഷ് മ്യൂസിയം കോഡെക്സ്, ലെനിൻഗ്രാഡ് കോഡെക്സ്, റിയുപ്ലിൻ കോഡെക്സ് എന്നിവയുൾപ്പെടെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി കോഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വാക്കിന്റെ അർത്ഥം നിയമസംഗ്രഹം, പുരാതന ലിഖിത പുസ്തകം, കയ്യെഴുത്ത് പ്രതി എന്നൊക്കെയാണ്. പപ്പീറസ് ഷീറ്റുകളിലോ പാർച്ച്മെന്റുകളിലോ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് മധ്യത്തിൽ താഴോട്ട് മടക്കി ഉണ്ടാക്കിയിരുന്ന 24 പേജുകളുള്ള ഒരു ലഘു പുസ്തകമാണ് കോഡെക്സ്. അടുത്തത് ചുരുളുകള്. പപ്പീറസിലോ മൃഗത്തിന്റെ തോലിലോ ചുരുളുകളിലോ ആയിരുന്നു ആദ്യകാലത്ത് മനുഷ്യര് എഴുതിയിരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കയ്യെഴുത്ത് പ്രതികളെല്ലാം ഇത്തരം ചുരുളുകളിലാണ് എഴുതപ്പെട്ടത്. പപ്പീറസ് ചെടിയുടെ കാതലിൽ നിന്നും എടുക്കുന്ന നീണ്ട കനം കുറഞ്ഞ തുണ്ടുകള് അരികുകള് ചേർത്ത് വെച്ച് വെള്ളവും അർത്ഥം ഉപയോഗിച്ച് ഒട്ടിച്ച് ഉണക്കിയെടുക്കുന്നവയാണ് പപ്പീറസ് ചുരുളുകള്. നമുക്ക് എത്രയോ ത്യാഗം ചെയ്തിട്ടാണ് ഇവര് ഇത് എഴുതിയതെന്നും നമുക്കത് കൈമാറ്റം ചെയ്ത് കിട്ടിയതെന്നുള്ളതും നമുക്കിപ്പോൾ ഓർക്കാം. ഇനി അടുത്തത് പാലിൻസെസ്റ്റ്, അതായത് ഈ പാർച്ച്മെന്റ്സുകളൊക്കെ നമ്മളിപ്പം കണ്ടു എത്രമാത്രം അത് വളരെ പ്രഷ്യസ് ആണ്, വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഇവ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയതിനു ശേഷം അത് ക്ലീൻ ചെയ്ത് വീണ്ടും അത് മിനുസപ്പെടുത്തി അതിൽ എഴുതിയിരുന്നു. അങ്ങനെ വീണ്ടും എഴുതിയിരുന്നതിനെ അറിയപ്പെടുന്നതാണ് പാലിൻസെസ്റ്റ് എന്ന്. അടുത്തത് സിനൈറ്റിക് കോഡ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തില് സീനായ് മലയിലെ വിശുദ്ധ കാതറിന്റെ ആശ്രമത്തിൽ നിന്ന് ജർമ്മൻകാരനായ കോൺസ്റ്റന്റൈൻ ഫോൺ നിഷൻഡോർഫ് കണ്ടെടുത്തതാണ് ഇത്. നിങ്ങളില് ആർക്കെങ്കിലുമൊക്കെ വിശുദ്ധ നാട് കാണാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കിട്ടും. ഇന്നും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഈ കാതറിന്റെ ആശ്രമം, ഇത് സൂക്ഷിച്ചിരുന്ന സ്ഥലവുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്രിട്ടീഷ് മ്യൂസിയത്തിലും ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് കുടുംബങ്ങളിൽ നിന്നൊക്കെ അനേകം കുഞ്ഞുങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മക്കളോ സഹോദരങ്ങളോ ഒക്കെ ഉണ്ട്, എന്തെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ, അതുപോലെ തന്നെ വറ്റിക്കാൻ മ്യൂസിയത്തിലൊക്കെ നമുക്ക് ഈ ആദ്യകാല ചുരുളുകള് അല്ലെങ്കിൽ ഈ കോഡുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വത്തിക്കാൻ കോഡ്, എഫ്രൈം കോഡ്, ബെത്സെ കോഡ് ഒക്കെ. ബെത്സെ കോഡ് ഇതിന്റെയൊക്കെ കാലഘട്ടങ്ങൾ വരെ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ അകത്തോട്ട് കിടക്കുന്നില്ല. മുകളിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ കയ്യെഴുത്ത് പ്രതികളെല്ലാം തന്നെ പാർച്ച്മെന്റിൽ എഴുതപ്പെട്ടവയാണ്. പുതിയ നിയമത്തിന്റെ പ്രധാനപ്പെട്ട പപ്പീറസ് കയ്യെഴുത്ത് പ്രതികൾ താഴെ പറയുന്നത്. പപ്പീറസ് ഇത് പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള്
ഈ ഒരു ഭാഗം വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കണം. കാരണം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഏതെങ്കിലും ഇപ്പം പി മുകളിൽ ഒരു നമ്പർ 46 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ? ഇത് കണ്ടോ? ക്ലിയർ ആകുന്നില്ലായിരിക്കും, കുഴപ്പമില്ല. നമ്മൾ ഒരു ഇങ്ങനെ കിട്ടുന്നുണ്ടോ? ഇച്ചിരി മനസ്സിലാകുന്നുണ്ടാകും. അതായത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഇനി ഒന്നും കൂടെ കാണിക്കാം. ഇത് ഹീബ്രു ബൈബിൾ ആണ്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിന്റെ താഴെ കണ്ടോ ഇങ്ങനെ കുറെ നമുക്ക് മനസ്സിലാക്കുകയില്ല, എന്തൊക്കെയോ പി, ബി, അതുപോലെ തന്നെ ഗ്രീക്ക് ലെറ്റേഴ്സ് ഇങ്ങനെയുള്ളതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളതിനെ കുറിച്ച്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഏത് കോഡുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി 1931 ചെസ്റ്റർ ബീറ്റി എന്ന അമേരിക്കക്കാരൻ ഈജിപ്തിലെ ശ്മശാന ഭൂമിയിൽ നിന്ന് കണ്ടെടുത്ത പാപ്പിറസ് കയ്യെഴുത്ത് പ്രതികളിൽ 12 എണ്ണത്തോളം വില കൊടുത്ത് സ്വന്തമാക്കി. അതിനുശേഷം ഈ കയ്യെഴുത്ത് പ്രതികൾ ചെസ്റ്റർ ബീറ്റി പപ്പിരി എന്ന പേരിൽ അറിയപ്പെട്ടു. AD 2000-നും 225-നും ഇടയ്ക്കുള്ള ഈ കയ്യെഴുത്ത് പ്രതികളാണ് ലഭ്യമായിട്ടുള്ള ഏറ്റവും പുരാതനമായ പുതിയ നിയമ കയ്യെഴുത്ത് പ്രതികൾ. P45 എന്നറിയപ്പെടുന്ന കയ്യെഴുത്ത് പ്രതി ഇതിൽ ഒന്നാണ്. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, യഥാർത്ഥത്തിൽ 220 താളുകളിലാക്കി 4 സുവിശേഷങ്ങളും ശ്ലീഹന്മാരുടെ നടപടി പുസ്തകവും ഉൾപ്പെട്ടിരുന്ന ഈ കയ്യെഴുത്ത് പ്രതിയുടെ 30ഓളം താളുകൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അടുത്തത് P46, P47, P66, 72, 75 ഇങ്ങനെ ഉള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി കോഡക്സുകള്, ചുരുളുകൾ. അടുത്തത് നമ്മൾ കാണുന്ന പഴയ നിയമത്തിന്റെ പ്രധാനപ്പെട്ട തർജ്ജമകളിലേക്കാണ്. അതായത് സമരിറ്റൻ പഞ്ചഗ്രന്ഥി ആദ്യം നമ്മൾ കാണുന്നതാണ്. ഇനി ഈ സമരിറ്റൻ പഞ്ചഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചഗ്രന്ഥി നമ്മളിപ്പോ കണ്ട തോറ, ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ഇത് ട്രാൻസ്ലിറ്ററേഷൻ ആണ്. അല്ലാതെ പരിഭാഷ ഈ ഹീബ്രു ബൈബിളിൽ നിന്നും ഇങ്ങോട്ട് പരിഭാഷപ്പെടുത്തിയതല്ല, മറിച്ച് സമരായ ലിപികളില് അത് അതുപോലെ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതിന്റെ BC 5-ാം നൂറ്റാണ്ടിൽ യഹൂദരും സമരിയക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് സമരിറ്റൻ പഞ്ചഗ്രന്ഥി രൂപം പ്രാപിച്ചത്. സമരിയക്കാർ ഷെക്കേം ആരാധനാ സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കുകയും പഞ്ചഗ്രന്ഥി അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി സ്വീകരിക്കുകയും ചെയ്തു. സമരിറ്റൻ പഞ്ചഗ്രന്ഥി സ്വരങ്ങൾ ചേർത്ത ഹീബ്രു ബൈബിളിനോട് ഏതാണ്ട് 6000-ഓളം ഭാഗങ്ങളിൽ വ്യാകരണത്തിന്റെയും അക്ഷരവിന്യാസത്തിന്റെയും കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ ഹീബ്രു ബൈബിള്. ഇതിന്റെ അകത്ത് കുറെ കുത്തുകളും പല കുത്തുകള്, വരകള് ഒക്കെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഹീബ്രു പഠിച്ചതായിരിക്കും. പത്താക്ക്, പിന്നെ കാമസ് ഖത്തൂഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം സെഗോള് 3 കുത്തിടുന്നു. അതിന്റെ A എന്ന സൗണ്ട് വവൽസ് ചേർക്കുന്നത്. ഈ ഹീബ്രു ബൈബിളിൽ അതാണ് ഈ മസോറ എന്ന് പറയുന്ന മസോററ്റുകൾ. അതായത് AD 6-ാം നൂറ്റാണ്ട് മുതൽ മാത്രമാണ് ഹീബ്രു ബൈബിളിൽ സ്വരചിഹ്നങ്ങള് ചേർത്തിരുന്നത്. അത് ചേർത്തതിന്റെ കാരണം കാലഘട്ടം കടന്നു പോകും തോറും ദൈവവചനത്തിന്റെ ഉച്ചാരണ ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സ്വരങ്ങൾ, വവൽസ് ചേർത്തത്. ഇങ്ങനെ അറമായ ഭാഷയിൽ എഴുതപ്പെട്ട ബൈബിൾ വിമർത്തനത്തിന് ഹീബ്രു ബൈബിളില് ഇങ്ങനെ ഈ സ്വരങ്ങള് ചേർക്കാൻ ശ്രമിച്ചവരെ സമ്മേളിച്ച സ്ഥലത്തിന്റെ പേരാണ് മസോറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് മസോററ്റിക് ടെക്സ്റ്റ് എന്ന് പറയുന്നു. അതായത് ഒന്നും കൂടെ പറയാം, നമ്മുടെ ഹീബ്രു ബൈബിളില് 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളില് വെറുതെ അക്ഷരങ്ങൾ ആലഫ്, ബത്ത്, ഇപ്പൊ അബ്ബ പിതാവെന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ആലഫ്, ബെ, ഈ 2 അക്ഷരങ്ങൾ, ബത്ത്, ഈ 2 ആലഫും ബത്തും മാത്രമാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള വവൽസും ഉപയോഗിച്ചിരുന്നില്ല.
പക്ഷേ പിന്നീട് ഇത് കൈമാറ്റം ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ യഥാർത്ഥ സ്വരത്തിൽ, ഇതിന്റെ യഥാർത്ഥ സൗണ്ടിൽ ഇത് വായിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാര് മസോറ എന്ന് പറയുന്ന സ്ഥലത്തിരുന്ന് ഒത്തുചേർന്നുകൊണ്ട് ഹീബ്രു ബൈബിളിന് വവൽസ് ചേർത്തു. അതുകൊണ്ട് ഈ ബൈബിള് ഹീബ്രു ബൈബിള് ഇന്ന് അറിയപ്പെടുന്നത് മസോററ്റിക് ടെക്സ്റ്റ് എന്നാണ്. വവ്വല് ചേർത്തത് മസോറ എന്ന സ്ഥലത്തിരുന്ന് ചെയ്തതുകൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു, കാരണം എനിക്ക് ആരെയും കാണത്തില്ല. അതുപോലെ തന്നെ ഇപ്പം സമയം അത്ര നല്ല സമയം അല്ല, വിഷയം അത്ര സുഖകരമായ വിഷയവും അല്ല. ഈ അടുത്തത് ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഹീബ്രു ബൈബിളിന്റെ പേര് അത് എന്നതായിരുന്നു? മസോററ്റിക് ടെക്സ്റ്റ്. അടുത്തത് നമ്മൾ കാണുന്നത് താർഗും. താർഗും എന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അറമായ ബൈബിളിന്റെ, അതായത് ഹീബ്രു ബൈബിളിനെ അറമായിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ്. BC 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് സപ്തതി, അതായത് സെപ്തുജിന്ത്, ഈ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം LXX, അതായത് 70 എന്ന ഈ ഗ്രീക്കിലെ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഇന്ന് അറിയപ്പെടുന്നത്. അതായത് നമ്പർ 70. അതായത് ടോളമി, ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന ടോളമി ജെറൂസലേമിലെ പ്രധാന പുരോഹിതന്റെ അടുത്തേക്ക് കുറച്ച് ആൾക്കാരെ അയച്ചു. എന്തിനു വേണ്ടിയിട്ട്? ബൈബിള് ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിനായിട്ട് കുറച്ച് പേരെ അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവിടുന്ന് ഈ പ്രധാന പുരോഹിതന് ഓരോ ഗോത്രങ്ങളിൽ നിന്നും 6 പേരെ വെച്ച് അയക്കുകയും അവര് 70, ഇതിന് 2 തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് 70 പേരിരുന്ന് പരിഭാഷപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്, 70 ദിനം കൊണ്ട് പരിഭാഷപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ ആ 72 ദിവസം കൊണ്ട് തർജ്ജമ ചെയ്തു എന്നാണ് ഇപ്പൊ നമുക്കിവിടെ കാണുന്നത്. ഈ കഥയ്ക്ക് പല ഭാഷ്യങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും ഈ തർജ്ജമയ്ക്ക് സെപ്തുജിന്ത് എന്ന പേര് നൽകപ്പെട്ട ലത്തീൻ സംഖ്യാക്രമം അനുസരിച്ചിട്ടുള്ള പ്രതീകമാണ് സെപ്തുജിന്ത് എന്നുള്ളത്. മനസ്സിലായെന്ന് കരുതുന്നു. 70 അല്ലെങ്കിൽ 72 പേരിരുന്നു കൊണ്ട് 70 ദിവസം കൊണ്ട് പരിഭാഷപ്പെടുത്തിയെന്ന് ഇവിടെ കാണുന്നു. അത് എന്തോ 72 പേര് 70 ദിവസം കൊണ്ട് പരിഭാഷപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഈ 70 എന്നൊരു സംഖ്യയുമായിട്ട് ഇത് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്തത് നമ്മൾ കാണുന്നത് അക്വീല. ആദിമ ക്രൈസ്തവര് യഹൂദർക്കൊപ്പം തന്നെ ഗ്രീക്ക് സപ്തതി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് യഹൂദന്മാർക്ക് ഇടയിൽ ഉണ്ടായിരുന്ന മതിപ്പ് നഷ്ടപ്പെട്ടു. ക്രമേണ നമുക്കറിയാം യഹൂദരും ക്രൈസ്തവരും തമ്മിൽ എപ്പോഴും ഒരു ക്ലാഷ് ഉണ്ട്. ഇനി ക്രമേണ ഉപേക്ഷിക്കപ്പെടുകയും, അതായത് ഈ സാഹചര്യത്തിൽ ഹീബ്രു ബൈബിളിന്റെ ഗ്രീക്കിലുള്ള മറ്റു തർജ്ജമകൾ ഉടലെടുത്തു. ഇങ്ങനെ സപ്തതിക്ക് ശേഷം ആദ്യമായി പഴയ നിന്നും ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തത് സീനോപ്പയിലെ അക്വീല എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ പേരിൽ ഇത് അറിയപ്പെടുന്നത്. അടുത്തത് തേഡീഷിൻ്റെത്, അടുത്തത് സിമ്മക്കൂസ്. ഇനി നമുക്ക് ഹെക്സപ്ല, അത് അല്പം വ്യത്യാസമുള്ളതായതുകൊണ്ട് നമുക്ക് അത് കാണാം. മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. പലര് പരിഭാഷപ്പെടുത്തുന്നു. ഇനി അങ്ങനെ ആ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ചിലതൊക്കെ കേട്ടോ, എല്ലാമല്ല. ഈ ഹെക്സപ്ല എന്ന് പറഞ്ഞാല് ഇപ്പോഴും നമുക്ക് ചില ലൈബ്രറികളിലൊക്കെ നമുക്ക് ഇനി ഹെക്സപ്ല കാണാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ചും റോമിലെ ബിബ്ലിക്കൽ ലൈബ്രറിയിലൊക്കെ നമുക്ക് ഈ ഹെക്സപ്ല മാത്രമല്ല കേട്ടോ, മൂലകൃതികളെല്ലാം ഇവിടെ നമുക്ക് കിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരിജിന് 6 കോളങ്ങൾ തിരിച്ച് എഴുതിയതിനെയാണ്. അതായത് ബൈബിൾ തർജ്ജമകൾ നഷ്ടപ്പെടാതെ വരും തലമുറകൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാൻ അലക്സാണ്ട്രിയയിലെ സുപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞ സഭാപിതാക്കന്മാരുടെ സമകാലികനുമായിരുന്ന ഒരിജിൻ രചിച്ച ഒരു ബൃഹത് ഗ്രന്ഥമാണ് ഹെക്സപ്ല. ഇതിന്റെ അർത്ഥം തന്നെ 6 തരം. 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ എഴുതപ്പെടാൻ തുടങ്ങിയ ഈ കൃതി AD 245 കൂടിയാണ് പൂർത്തിയായത്. കണ്ടോ, എത്ര വർഷങ്ങളാണ് ഇതിനു വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവനും ഇതിനു വേണ്ടി സമർപ്പിക്കുകയാണ്. അത് തന്നെ ഹെക്സപ്ല സംവിധാനം ചെയ്തിരിക്കുന്ന പ്രത്യേക രീതിയിൽ മുകളിൽ നിന്നും താഴോട്ട് 6 കോളങ്ങൾ തിരിച്ചു. ആദ്യത്തെ കോളത്തിൽ ഹീബ്രു മൂലം എഴുതി. അത് തന്നെ ഗ്രീക്ക് ലിപികളിൽ 2-ാം കോളത്തില് 3, 4, 5 എന്നീ കോളങ്ങളിൽ യഥാക്രമം
അക്വീല ഇപ്പൊ നമ്മൾ കണ്ടായിരുന്നു. അക്വീല, സിമാക്കോസ്, അതുപോലെ തന്നെ സെപ്തുജിന്ത, സപ്തതി എന്നിവ എഴുതി. ആറാമത്തെ കോളത്തില് തെയോഡീഷ്യന്റെ ഗ്രീക്ക് തർജ്ജമയിൽ എഴുതി ചേർത്തു. ഈ കൃതി അതിന്റെ പൂർണ്ണ രൂപത്തിൽ 7000 പേജിനോടടുത്ത് വരുമായിരുന്നു. ഹെക്സപ്ലയുടെ മൂല കൈയെഴുത്ത് പ്രതി AD 600 വരെ നിലവിലിരുന്നതായി കാണാമെങ്കിലും ഇന്ന് അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. പുതിയ നിയമത്തിന്റെ പ്രധാനപ്പെട്ട തർജ്ജമകള്, പൗരസ്ത്യ തർജ്ജമകള്. ദിയ തെസ്സറോൺ. ഓക്കെ, അത് നമ്മൾ കാണുന്നത് ദിയ തെസ്സറോൺ. ഗ്രീക്ക് പുതിയ നിയമത്തിലേക്ക്, ഇപ്പൊ നമ്മൾ പഴയ നിയമത്തിൻ്റെതാണ് കണ്ടത്, പുതിയ നിയമത്തിൻ്റെത്. ഗ്രീക്കിൽ എഴുതപ്പെട്ട സുവിശേഷങ്ങൾ സുറിയാനിയിലേക്ക് തർജ്ജമ ചെയ്യാൻ നടത്തപ്പെട്ട ആദ്യകാല ശ്രമങ്ങളുടെ ഒരു ഫലമാണ് ദിയ തെസ്സറോൺ. 4 സുവിശേഷങ്ങളുടെയും ഒരു സമുന്നയമാണ് ദിയ തെസ്സറോൺ. ഈശോയുടെ ജീവചരിത്രം, പ്രബോധനങ്ങൾ അനുക്രമമായി ഇതിൽ വിന്യസിച്ചിരിക്കുന്നു. രക്തസാക്ഷി ജസ്റ്റിന്റെ ശിഷ്യനായ തസിയാനാണ് ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ്. അതായത് 4 സുവിശേഷങ്ങളാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. അടുത്തത് ക്യുററ്റോണിയൻ സിറിയൽ. ദിയ തെസ്സറോണിനോടൊപ്പം തന്നെ സുവിശേഷങ്ങളുടെ മറ്റു സുറിയാനി വിവർത്തനങ്ങളും പ്രചരിച്ചിരുന്നു. അവ പഴയ സുറിയാനി വിവർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന അവയിലൊന്നാണ് ക്യുററ്റോണിയൻ സിറിയക്ക്. അടുത്തത് സിനൈറ്റിക് സിറിയക്ക്. 1892 4 സുവിശേഷങ്ങളുടെയും സുറിയാനിയിലുള്ള വിവർത്തനത്തിന്റെ ഒരു പാംലിസെസ്റ്റ് നമ്മൾ ആദ്യം കണ്ടിരുന്നു, ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത്. കയ്യെഴുത്ത് പ്രതി വിശുദ്ധ കാതറിന്റെ ആശ്രമത്തിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. ഇത് സിനൈറ്റിക് സിറിയക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തത് നമ്മുടെ പിശീത്ത. പിശീത്ത എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം ലളിതം എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സുറിയാനി പരിഭാഷയാണ് പിശീത്ത. കോപ്റ്റിക്. ക്രിസ്തു വർഷത്തിന്റെ ആദ്യ ശതകങ്ങളിൽ ഈജിപ്തിൽ പലതരം ഭാഷാഭേദങ്ങൾ അല്ലെങ്കിൽ ഉപഭാഷകൾ നിലവിലിരുന്നു. അലക്സാണ്ട്രിയയിലെ ഗ്രീക്ക് സംസാരിക്കുന്ന ദേശങ്ങൾക്ക് പുറത്തുള്ള, ഇവിടെ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, പേജ് 41 ഇപ്പൊ പറയുന്നത്. അലക്സാണ്ട്രിയയിലെ ഗ്രീക്ക് സംസാരിക്കുന്ന ദേശങ്ങൾക്ക് പുറത്തുള്ള സാധാരണക്കാരുടെ ഭാഷ ബൊഹൈറിക് ആയിരുന്നു. സ്ഥലം കിട്ടിയല്ലോ അല്ലെ. അടുത്തത് നൈലിന്റെ ഉത്ഭവ സ്ഥാനങ്ങളിൽ താമസിച്ചിരുന്നവർ സംസാരിച്ചിരുന്ന ഭാഷ സാഹിദിക് ആയിരുന്നു. 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പുതിയ നിയമത്തിന്റെ ചില ഭാഗങ്ങൾ സാഹിദിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ഈ തർജ്ജമകളാണ് കോപ്റ്റിക് തർജ്ജമകൾ എന്ന് പറയുന്നത്. അതായത് 2 തരത്തിലുള്ള ഭാഷകൾ അവിടെ ഉണ്ടായിരുന്നു. നൈലിന്റെ തീരത്തുണ്ടായിരുന്നവർ സാഹിദ് സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ ഭാഷയിലേക്ക്, സാഹിദിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടതാണ് ഇന്ന് കോപ്റ്റിക് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് അർമേനിയൻ തർജ്ജമകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നു. ജോർജിയൻ തർജ്ജമ ജോർജിയയിൽ ആദ്യമായി പ്രഘോഷിക്കപ്പെടുന്ന 4-ാം നൂറ്റാണ്ടിലാണ്. 5-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ജോർജിയൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുന്നു. എത്യോപ്യൻ തർജ്ജമ, മറ്റ് പൗരസ്ത്യ തർജ്ജമകള്. അടുത്തത് പുരാതന പാശ്ചാത്യ തർജ്ജമകള്. അതില് നമ്മൾ കാണുന്നത് പഴയ ലത്തീൻ തർജ്ജമകളാണ്. ബുൾഗാർത്ത. ഇവിടെ ദമാസുസ് മാർപ്പാപ്പ ജെറോം, ലാറ്റിൻ വൾഗേറ്റ്. ബുൾഗാർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ജെറോമിനെയാണ്. ജെറോമാണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. ആദ്യമേ തന്നെ പ്രധാനപ്പെട്ട ജെറോമിനെ, അതായത് ദമാസുസ് മാർപ്പാപ്പ സുപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ജെറോമിനെ ഇത് അതായത് ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് ചുമതലയേൽപ്പിച്ചു. ശ്രദ്ധിക്കണേ, ഒരു ഗുഹയിൽ ഏകദേശം 25 വർഷത്തോളം താമസിച്ചാണ് അദ്ദേഹം തന്റെ ജോലി പൂർത്തിയാക്കിയത്. എത്രയോ ധ്യാനാത്മകമായിട്ട്. നമുക്കത് ജെറോമിന്റെ കൃതികളെ കുറിച്ചുള്ള നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടും കേട്ടിട്ടുമുണ്ടാകാം. AD 405 പുറത്തു വന്ന ലത്തീനിലുള്ള ഈ പുതിയ പരിഭാഷ ബുൾഗാർത്ത, അതായത് സാധാരണ അല്ലെങ്കിൽ ജനകീയം എന്ന പേരിൽ അറിയപ്പെട്ടു. 1546 തെന്ത്രോസ് സുനഗദോസ് ഇതിനെ റോമൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ബൈബിളായി പ്രഖ്യാപിച്ചു. ബുൾഗാർത്തയുടെ ഏകദേശം 8,000-ഓളം കയ്യെഴുത്ത് പ്രതികള് നിലവിൽ ഉണ്ട്. ഗോത്തിക് തർജ്ജമ 4-ാം നൂറ്റാണ്ടിന്റെ ഡാന്യൂബ് താഴ്വരയിലെ ഗോത്തുകളുടെ ഇടയിലെ ഒരു മിഷണറി ആയിരുന്ന ഉൾഫിലാസ് ആണ് ബൈബിൾ ഗ്രീക്കിൽ നിന്നും ഗോത്തിക് ഭാഷയിലേക്ക് എഴുതിയത്. അതുപോലെ തന്നെ സ്ലൊവാനി തർജ്ജമ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്മളിനി വിഷയത്തിലേക്ക് കൂടുതൽ അടുത്ത് വരികയാണ്. സഭാപിതാക്കന്മാരും ബൈബിൾ വ്യാഖ്യാനവും.
ഇവിടെ നിങ്ങൾ ആദ്യം കാണുന്ന നമ്പറുകളെ കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ട. കാരണം അത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അകത്ത് നിന്ന് എടുത്തിരിക്കുന്ന പോയിന്റ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്പർ കൊടുത്തേ ഉള്ളൂ, ഇതിന്റെ ഇൻഡെക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ അകത്ത് എല്ലാം ഒന്നും കയറിയിട്ടുമില്ല. ഓക്കെ, അടുത്തത് അപ്പസ്തോലന്മാർ കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവിതവും പഠനവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരുന്നവരാണ് സഭാപിതാക്കന്മാര്. ആരാണ്? ക്രിസ്തുവിൻ അപ്പസ്തോലന്മാർ കഴിഞ്ഞാൽ ഈശോയുടെ ജീവിതവുമായി വളരെയേറെ അടുത്ത് ബന്ധപ്പെട്ടിരുന്നവരെയാണ് സഭാപിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ശ്രേഷ്ഠ വ്യക്തികളാണ് സഭാപിതാക്കന്മാർ. ഈശോയുടെയും അപ്പസ്തോലന്മാരുടെയും ജീവിതകാലത്തോടും പുതിയ നിയമ സാഹചര്യങ്ങളോടും വളരെ അടുത്താണ് അവർ ജീവിച്ചിരുന്നത്. സഭാപിതാക്കന്മാരും വിശുദ്ധ ലിഖിതവും. ബൈബിൾ വ്യാഖ്യാനം ഒരു ജീവിത സബരിയായി സ്വീകരിച്ചവരാണ് സഭാപിതാക്കന്മാർ. ഇപ്പൊ നമ്മൾ ജെറോമിനെ കുറിച്ച് കണ്ട് 25 വർഷം ഗുഹയിലിരുന്നു കൊണ്ട് തപസ് ചെയ്ത് വചനം വ്യാഖ്യാനിച്ചത്. ബൈബിളിന്റെ വിവിധ പുസ്തകങ്ങൾക്കുള്ള വ്യാഖ്യാനമാണ് ദൈവശാസ്ത്രത്തിന് അവർ നൽകിയിട്ടുള്ളത്. ഏറ്റവും മഹത്തായ ശ്രേഷ്ഠവുമായ സംഭാവന. അപ്പസ്തോലിക പാരമ്പര്യത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ബൈബിൾ അധിഷ്ഠിതമായിട്ടാണ് അവർ വിശ്വാസ സത്യങ്ങൾ വ്യക്തതയോടും ബോധ്യത്തോടും കൂടി അവതരിപ്പിച്ചത്. ഒരു കാര്യം, ഇപ്പം ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിവിധ തരത്തിലുള്ള പരിഭാഷകളെ കുറിച്ചാണ്. അതായത് ഹീബ്രു ബൈബിള്, അതിന്റെ മസോററ്റിക് ടെക്സ്റ്റ്, അതിന്റെ അറമൈക് ട്രാൻസ്ലേഷൻ താർഗും, ലാറ്റിൻ വൾഗേറ്റ്, ഗ്രീക്ക് സെപ്തുജിന്ത്, സിറിയക്ക് സുറിയാനി പെശീത്ത. അതുകൂടാതെ തന്നെ വിവിധ ഭാഷകളിലേക്കുള്ള അനേകം പരിഭാഷകളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടു. പിന്നെ വിവിധ തരത്തിലുള്ള കോഡുകളെ കുറിച്ച് കണ്ടു. ഖുർആനിൽ നിന്ന് കിട്ടിയ ചുരുളുകളെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഭാപിതാക്കന്മാര് നൽകുന്ന വ്യാഖ്യാനം. ഇവിടെ പിതാക്കന്മാരും ബൈബിൾ വ്യാഖ്യാനവും. രക്ഷാകര ചരിത്രത്തിൽ ദൈവവചന വ്യാഖ്യാനത്തിന് പരമപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. പ്രവാചകന്മാരും യഹൂദ റബ്ബിമാരും ബൈബിൾ വ്യാഖ്യാനത്തെ അവരുടെ പ്രഥമവും പ്രധാനവുമായ കടമയായി കരുതിപ്പോരുന്നു. വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിൽ ഈശോയും ശ്രദ്ധനായിരുന്നു. ഇനി ഇതിന് നൽകുന്നത് ജീവിതോന്മുഖമായിട്ടുള്ള ഒരു വ്യാഖ്യാനം, ഭാഷ്യമാണ് നൽകുന്നത്. ബൈബിളിൽ അധിഷ്ഠിതമായ ഒരു ദൈവശാസ്ത്രം പടുത്തുയർത്താനാണ് പിതാക്കന്മാർ ആഗ്രഹിച്ചിരുന്നത്. അവരുടെ ബൈബിൾ പഠനവും വ്യാഖ്യാനവും ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ളതായിരുന്നു. അടുത്തത് വിശ്വാസോന്മുഖ ഭാഷ്യം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായ പിതാക്കന്മാർ വിശുദ്ധ ഗ്രന്ഥത്തെ, പേജ് 46 വിശുദ്ധ ഗ്രന്ഥത്തെ അവരുടെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചു. വിശുദ്ധ ലിഖിത വാക്യങ്ങളുടെ സാഹിത്യമേന്മയിലും അർത്ഥവ്യാപ്തിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം തങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനാണ് അവർ ആഗ്രഹിച്ചത്. ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഷ്യം പിതാക്കന്മാരുടെ ആഴമേറിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ഇത് നമുക്ക് ക്രിസ്തു അനുഭവത്തിന്റെ ആസ്വാദ്യത എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു. പിതാക്കന്മാരുടെ ഭാഷ്യം വിശ്വാസോന്മുഖമായിരുന്നതിനാൽ ആരാധനാക്രമത്തിൽ അധിഷ്ഠിതവുമായിരുന്നു. എല്ലാം ഒന്നും ഇവിടെ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ പുസ്തകത്തിൽ ഓരോ തരത്തിലും എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഓരോ കുറച്ചൊക്കെ നമ്മൾ അലഗോറിക്കലായിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കാണും. പിതാക്കന്മാർ എത്രയോ ദഗ്ധശ്രദ്ധരായിരുന്നു വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾ നൽകാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിതാക്കന്മാരുടെ വ്യാഖ്യാന രീതി പ്രധാനമായിട്ടും ഈശോ കേന്ദ്രീകൃതമായിരുന്നു. ഈശോയാണ് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും കേന്ദ്രബിന്ദു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നതും വിശുദ്ധ ഗ്രന്ഥത്തിലെ സംഭവങ്ങളുടെയും വ്യക്തികളുടെയും ക്രൈസ്തവവും രക്ഷാകരവുമായ അർത്ഥം കണ്ടെത്തുക എന്നതുമായിരുന്നു പിതാക്കന്മാരുടെ വ്യാഖ്യാന ലക്ഷ്യം. ഈ യജ്ഞത്തിൽ പ്രധാനമായും 3 തരം വ്യാഖ്യാന രീതികളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് പ്രതിരൂപാത്മക വ്യാഖ്യാനം, രൂപകാർത്ഥ വ്യാഖ്യാനം, അന്തർജ്ഞാന വ്യാഖ്യാനം. ഇനി ആരുടെയും പേര് വിളിക്കണം, ആർക്കെങ്കിലും ഓർക്കം വരുന്നുണ്ടോ? ഒരു സംശയം ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ക്രിസ്തുവാണ് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാകാം പിതാക്കന്മാര്
ഈശോ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വ്യാഖ്യാനത്തിന് പ്രാധാന്യം നൽകിയതെന്ന് ഒരു സെക്കൻഡ് തരാം. ആർക്ക് പെട്ടെന്ന് ഉത്തരം പറയാം? ഞാൻ തന്നെ പറയാം അല്ലേ? എല്ലാരും ഉണ്ടോ? ഓക്കെ, താങ്ക് യു കേട്ടോ. യെസ്, ഒരാള് റെസ്പോണ്ട് ചെയ്തപ്പോൾ എല്ലാവരുടെയും യെസ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യഹൂദ പശ്ചാത്തലവും ക്രൈസ്തവ ക്രിസ്ത്യാനികളുടെ ഉത്ഭവവും യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അതുപോലെ തന്നെ മതമർദ്ദനങ്ങള്, പീഡനങ്ങള്, യഹൂദ ഇന്റർപ്രിറ്റേഷൻസ് എപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത് പഴയ നിയമത്തിനായിരുന്നു. ഇവിടെ ഈ സഭാപിതാക്കന്മാർ ഇന്നും ഊന്നൽ നൽകിക്കൊണ്ടിരുന്നത് ഈ പഴയ നിയമം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ വേരൂന്നി നിൽക്കുന്നതാണ്. പഴയ നിയമ പ്രവചനങ്ങളുടെ ഈ മുഴുവനും പൂർത്തീകരണമാണ് പുതിയ നിയമം, അതായത് മിശിഹ. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ കണ്ട ഈ പ്രതിരൂപാത്മകമായ വ്യാഖ്യാനം, ഇത് പ്രധാനപ്പെട്ടതാണ്. അലഗോറിക്കല് നമ്മളിനി ഒത്തിരി ഇത് കാണുന്നുണ്ട്. പഴയ നിയമത്തിലെ ചില സംഭവങ്ങള്, വ്യക്തികള്, ചില കാര്യങ്ങള്, ഇവയ്ക്ക് പുതിയ നിയമത്തിലെ സദൃശ്യമായ സംഭവങ്ങളും വ്യക്തികളും കാര്യങ്ങളുമായുള്ള ചരിത്രപരമായ ബന്ധം സ്ഥാപിക്കലെ ടിപ്പോളജിയ അഥവാ പ്രതിരൂപാത്മക വ്യാഖ്യാന രീതിയെ നിർവചിക്കാം. ഈ വീക്ഷണം ഒരു മാതൃകയെ അല്ലെങ്കിൽ പ്രതിരൂപത്തെ ക്രിസ്തുവിൽ പ്രകാശിതമാവുകയും പൂർണ്ണമാവുകയും ചെയ്യുന്ന ദൈവത്തിന്റെ നിഗൂഢ പദ്ധതിയെ ഒരു രഹസ്യമായി കാണാൻ ശ്രമിക്കുന്നു. ചുരുക്കിപ്പ ഇത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് ആദ്യ ആദം, രണ്ടാമത്തെ ആദം. ആരായിരുന്നു ആദ്യത്തെ ആദം? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആദം. രണ്ടാമത്തെ ആദമോ? മിശിഹ. ഒന്നിനോട് ഒന്ന് ഇവിടെ ചേർത്ത് വെക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ആദ്യത്തെ ഹൗവ, ആദ്യത്തെ സ്ത്രീ എന്ന് പറയുന്നത് ഹൗവ. രണ്ടാമത്തെ സ്ത്രീയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയെ. ആദ്യത്തെ സ്ത്രീ പാപം ചെയ്തു, അങ്ങനെ ശിക്ഷയ്ക്ക് അർഹരാകുന്നു മനുഷ്യകുലം മുഴുവനും. രണ്ടാമത്തെ സ്ത്രീയുടെ നന്മ വഴി മനുഷ്യകുലത്തെ മുഴുവനും രക്ഷയിലേക്ക് നയിക്കുന്ന മിശിഹായെ കൊണ്ടുവരുന്നു. ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. ഇതിന് കൂടുതലും ഉദാഹരണങ്ങൾ നമുക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. വലിയ നീണ്ട എക്സ്പ്ലനേഷൻസ് ഉണ്ട്. യെസ്. അടുത്തത് രൂപകാർത്ഥ വ്യാഖ്യാനം. ദൈവവചനത്തിൽ പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാകുന്ന വാച്യാർത്ഥത്തിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ദിവ്യമായ അർത്ഥം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ രീതിയുടെ ഉദ്ദേശം. ഈ രീതിയിലുള്ള വ്യാഖ്യാനം ആദ്യമായി അവലംബിച്ചത് അലക്സാണ്ട്രിയയിലെ ഫിലോയാണ്. പുതിയ നിയമ ഗ്രന്ഥകാരന്മാരും ഈ രീതി സ്വീകരിച്ചിട്ടുണ്ട്. അടുത്തത് പേജ് 49 അന്തർജ്ഞാന വ്യാഖ്യാനം. ഈ രീതി അനുസരിച്ച് വ്യാഖ്യാതാവ് വാച്യാർത്ഥത്തിൽ നിന്ന് ആരംഭിച്ച് ആധ്യാത്മിക അർത്ഥത്തിൽ എത്തി നിൽക്കുന്നു. ഇനി നമ്മൾ കാണുന്നത് വിശുദ്ധ ഗ്രന്ഥവും വ്യാഖ്യാതാവും എന്നുള്ളതാണ്. പേജ് 50. വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന്റെ അതിവിശിഷ്ടമായ ഒരു ആമുഖമായി കണക്കാക്കാവുന്ന ദെ ഡോക്ട്രീന ക്രിസ്റ്റീന വിശുദ്ധ അഗസ്റ്റിൻ ഒരു വ്യാഖ്യാതാവിനുണ്ടായിരിക്കേണ്ട 3 സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1, പരസ്പര സ്നേഹവും നിർമ്മല മനസാക്ഷിയും ആത്മാർത്ഥമായ വിശ്വാസവും. 2, വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിന് മുൻപ് ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. 3, ബൈബിളിന്റെ പ്രാരംഭകാല ഭാഷകള് പഠിക്കണം. ഞങ്ങൾ ഈ ബൈബിള് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, അത് എവിടെയാണേലും, നാട്ടിലാണേലും റോമിലാണേലും, ആദ്യത്തെ ഒരു വർഷത്തിന് വിളിക്കുന്ന ആന്നോ പ്രൊപെദോത്തിക്കോ എന്ന് ആണ് പറയുന്നത്. അതായത് ഒരു ഒരുക്കം. ഈ ആദ്യത്തെ ഒരു വർഷം, 3 വർഷമാണ് ലൈസൻഷിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു വർഷം മുഴുവനും ഭാഷാ പഠനമാണ്. റോമിലൊക്കെ ഇറ്റാലിയനിലാണ്. ഇറ്റാലിയന് അത് ഏൻഷ്യൻ ലാംഗ്വേജ് അല്ലല്ലോ. ഗ്രീക്ക്, അറമായിക്ക്, ഹീബ്രു, ലാറ്റിൻ, സിറിയക്ക്, ഈ 5 ഭാഷകളും, അതിൽ പ്രത്യേകിച്ചും ഗ്രീക്ക്, ഹീബ്രു
ലാറ്റിൻ, ഈ 3 ഭാഷകൾ വളരെ നിർബന്ധമാണ്. ഇനി പഴയ നിയമം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അറമായിക്കും സിറിയക്കും. എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണോ മൂലകൃതികളിൽ ഈ ഹീബ്രു ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രീക്ക് സുറിയാനി ബൈബിളുകളിലൊക്കെ എന്താണ് എഴുതിയിരിക്കുന്നത് അത് മനസ്സിലാക്കി അതിന്റെ വ്യാഖ്യാനങ്ങൾ നൽകുവാൻ നിർബന്ധമായിട്ടും നമ്മൾ ഈ മൂലഭാഷകൾ പഠിക്കണം. നിങ്ങളും ഗ്രീക്കും ഹീബ്രുവും ലാറ്റിനും ഒക്കെ, അത്യാവശ്യം ലാറ്റിനും ഒക്കെ പഠിച്ചത് ഈ വ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് ആണ്. അടുത്തത് നമ്മൾ കാണുന്നത് 5-ാമത്തെ അധ്യായമാണ്. അപ്പസ്തോലിക പിതാക്കന്മാരും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവും. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലും ജീവിച്ചിരുന്ന ക്രൈസ്തവ സാഹിത്യകാരന്മാരെയാണ്. ക്രൈസ്തവ നൂറ്റാണ്ട് 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ സാഹിത്യകാരന്മാരെയാണ് അപ്പസ്തോലിക പിതാക്കന്മാർ എന്ന് വിളിക്കുക. ക്രിസ്തു ശിഷ്യന്മാരായിരുന്ന ശ്ലീഹന്മാരുടെ ബോധന രീതികളുണ്ട്. അവരുടെ പഠനങ്ങൾക്കുണ്ടായിരുന്ന അടുപ്പം അവരെ ബഹുമാന്യരായി കണക്കാക്കാൻ ഇടയാക്കി. ഓക്കെ, കർത്താവിന്റെ വരവ് ഇവിടെ പ്രധാനമായിട്ട് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കർത്താവിന്റെ വരവ് ഉടനെ ഉണ്ടാകും. അതുപോലെ തന്നെ ശ്ലീഹന്മാരിൽ നിന്ന് യേശുവിനെ കുറിച്ച് നേരിട്ട് കേട്ട അവര് കർത്താവിന്റെ സ്മരണയും യേശുവിനായുള്ള അടങ്ങാത്ത അന്തർദാഹവും ഉണ്ടായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ അവർ ശ്രമിച്ചില്ല. തങ്ങളുടെ കൃതികളിലൂടെ ക്രിസ്തീയ സമൂഹങ്ങളുടെ അനുദിന പ്രശ്നങ്ങളിലേക്ക് അവർ വിരൽ ചൂണ്ടി. ക്രിസ്തീയ സ്നേഹം, വ്യക്തിപരമായ ചുമതലാബോധം എന്നിവ അവരുടെ എഴുത്തുകളിൽ തെളിഞ്ഞു കാണാം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ട അപ്പസ്തോലിക പിതാക്കന്മാരുടെ എഴുത്തുകളുടെ പ്രത്യേകതകളാണ് നമ്മൾ കാണുന്നത്. അപ്പസ്തോലിക പിതാക്കന്മാരിലെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് റോമിലെ വിശുദ്ധ ക്ലെമന്റ്, പിന്നെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം ആദ്യം നമ്മൾ കാണുന്നത് റോമിലെ വിശുദ്ധ ക്ലെമന്റിനെ കുറിച്ചാണ്. റോമിലെ ക്ലെമന്റിന്റെ രചനയുടെ പ്രത്യേകതകളെ കുറിച്ചുമാണ് നമ്മളിനി കാണുന്നത്. റോമിലെ 4-ാമത്തെ മെത്രാനായിരുന്നു വിശുദ്ധ ക്ലെമന്റ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം പേജ് 55-ലാണ്. കൊറിന്തോസിലെ സഭയ്ക്ക് ഈ ക്ലെമന്റ്, അതായത് 95-നും 98-നും ഇടയ്ക്ക് ഒരു ലേഖനം അയച്ചു. അതായത് ക്ലെമന്റ് കൊറിന്തോസുകാർക്ക് ഒരു കത്ത്, ഒരു ലേഖനം എഴുതി. അത് വേദപുസ്തകത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു ലേഖനമായിട്ട് അതിനെ ആദിമസഭ വളരെയധികം പ്രാധാന്യം നൽകി വന്നു. അതിന് പ്രധാനമായിട്ടും ആമുഖം, 2 പ്രധാന ഭാഗങ്ങൾ, ഉപസംഹാരം എന്നിങ്ങനെ 4 ഭാഗങ്ങൾ ആ കത്തിന് ഉണ്ടായിരുന്നു. കലഹത്തിന് മുൻപുള്ള ശാന്തി നിറഞ്ഞ സഭാന്തരീക്ഷത്തെ പറ്റി ആമുഖം പ്രതിപാദിക്കുന്നു. അക്കാലത്ത് നന്മ ചെയ്യാൻ സഭാംഗങ്ങൾ മുന്നിട്ടിരുന്നതിനാൽ സഭ പുഷ്ടി പ്രാപിച്ചിരുന്നു. ഇതാണ് ആമുഖത്തിൽ കാണുന്നത്. 3-ാം അധ്യായം ഇവയ്ക്ക് ഘടകവിരുദ്ധമായ കലഹാന്തരീക്ഷം വിവരിക്കുന്നു. 3-ാമത്തെ പ്രധാന ഭാഗം പൊതു സ്വഭാവമുള്ളതാണ്. സ്പർദ്ധയും വഴക്കും കലഹവും നിന്നാക്കവും വർജ്യവുമാണെന്ന് ഇവിടെ എടുത്തു കാട്ടുന്നു. 2-ാമത്തെ പ്രധാന ഭാഗം കൊറിന്തോസുകാരുടെ ഇടയിലെ കലഹത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ക്ലെമന്റിന്റെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാന രീതി. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പാരസ്പര്യം. പഴയ നിയമ ഭാഗങ്ങളെ തന്റെ ലേഖനത്തെ സമർത്ഥിക്കുവാനായി ക്ലെമന്റ് സുലഭമായി ഉപയോഗിക്കുന്നുണ്ട്. കോറിന്തിലെ സഭയുടെ പ്രത്യേക പരിസ്ഥിതികളെ സൂചിപ്പിക്കുവാനും കൂടിയാണ് ഇത്. ക്ലെമന്റിൽ പഴയ നിയമത്തെ ക്രിസ്തു കേന്ദ്രീകൃതമായി വ്യാഖ്യാനിക്കുന്ന രീതിയുടെ ആരംഭം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ കാണുന്നത് ബാർണബാസിന്റെ ലേഖനമാണ്. ബാർണബാസിന്റെ ലേഖനം പ്രാചീന സഭയിലെ 3 പ്രധാന കൃതികളിൽ ഒന്നാണ്. പ്രാചീനത്വം കണ്ട് അപ്പസ്തോലിക പിതാക്കന്മാരുടെ കൃതികളോടുകൂടി ഇതും കണക്കാക്കപ്പെടുന്നു. പരിപൂർണ ജ്ഞാനം, നോസിസ് പഠിപ്പിക്കുവാനുള്ള ഉദ്യമമാണിത്. ഈ ലേഖനത്തിൽ 2 ഭാഗങ്ങളുണ്ട്, താത്വികം, ധാർമ്മികം. താത്വികം 1-17 വരെയുള്ള അധ്യായങ്ങളാണ്. 18-21 അധ്യായങ്ങൾ ധാർമ്മികവും. 10 കൽപ്പനകളെ ആധാരമാക്കിയുള്ളതാണ് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അടുത്തത് 6-ാമത്തെ അധ്യായം, വിശ്വാസ സമർത്ഥകരും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവും. 2-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥം എന്ന സംജ്ഞ ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നായിരുന്നു. ദൈവവചനത്തിന്റെ അപ്രമാദിത്വം. ഇവിടെ പ്രധാനമായിട്ടും അവർ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അപ്രമാദിത്വം,
ദൈവിക നിയമത്തിന്റെ സാധുത, ക്രൈസ്തവ വിശ്വാസത്തിന്റെ പാരമ്പര്യം, സീനായ് മലയിലെ വെളിപാടും ക്രിസ്തുവിലുള്ള വെളിപാടും തമ്മിലുള്ള പാരസ്പര്യം, അല്ലെങ്കിൽ യേശുവിന്റെ വാക്കുകൾ അവയെ വ്യാഖ്യാനിക്കുന്നുണ്ടോ, വാമൊഴിയും വരമൊഴിയും തമ്മിലുള്ള ബന്ധം, വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധം, എന്താണ് എഴുതപ്പെട്ടത്, എന്താണ് പറയപ്പെട്ടത് എന്നീ പ്രശ്നങ്ങളൊക്കെ അന്ന് അവിടെ നിലവിലിരുന്നു. 2-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മെഡിറ്ററേനിയൻ ലോകത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും വൈജ്ഞാനികവുമായ പശ്ചാത്തലത്തിൽ വിശ്വാസത്തെ വിശദീകരിച്ച പ്രബോധകരെയാണ് വിശ്വാസ സമർത്ഥകർ എന്ന്, അല്ലെങ്കിൽ അപ്പോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോളജിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ വാച്യാർത്ഥം പരിശോധിക്കുക എന്നാണ്. വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളികൾ സഭയ്ക്ക് നേരിടേണ്ടി വന്നപ്പോൾ താത്വികമായി വിശ്വാസത്തെ സമർത്ഥിച്ചതിനാലാണ് അപ്പോളജിസ്റ്റുകൾ എന്ന പേരിൽ അവർ അറിയപ്പെടുന്നത്. വിശ്വാസത്തെ വിശദീകരിക്കാൻ ഗ്രീക്ക് തത്വചിന്തയെ വേണ്ട വിധം അവർ ഉപയോഗപ്പെടുത്തി. ഇത് ദൈവശാസ്ത്രത്തിന്റെ വളർച്ചയിലെ പുതിയൊരു കാൽവെപ്പായിരുന്നു. ക്രൈസ്തവര് രാജ്യത്തിനും ഭരണാധിപന്മാർക്കും എതിരല്ലെന്നും നമ്മൾ കാണുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തില് അവിടെ ഒരു റോമ സാമ്രാജ്യത്തിലും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഇവര് നേരിടുന്നുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവര് മത നിഷേധികളാണെന്നും ലൈംഗിക അധാർമികത അവരില് നിലനിൽക്കുന്നുണ്ടെന്നും ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇവരുടെ മേല് ചുമത്തപ്പെട്ടു. ഈ സമയത്ത് ക്രൈസ്തവർ രാജ്യത്തിനും ഭരണാധിപന്മാർക്കും എതിരല്ലെന്നും രാജാവ് ദൈവമല്ലാത്തതിനാലാണ് നിലവിലുള്ള രാജാരാധനയെ അനുകൂലിക്കാത്തതെന്നും എന്നാൽ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് തങ്ങളെന്നും അപ്പോളജിസ്റ്റുകൾ സമർത്ഥിച്ചു. മാത്രമല്ല, ക്രൈസ്തവരുടെ മേൽ നടത്തുന്ന മതമർദ്ദനങ്ങൾ അന്യായമാണെന്നും അവർ വാദിച്ചു. ക്രൈസ്തവർ നിരീശ്വരന്മാരാണെന്ന് ആരോപിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ തങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്നും ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായ സങ്കല്പമാണെന്ന് ആണ് തങ്ങൾക്കുള്ളതെന്നും അവർ വ്യക്തമാക്കി. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷമൊക്കെ മതമർദ്ദനം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തില് എഴുതപ്പെട്ടതാണ്. അപ്പോൾ എന്നതാണ്, ഈ മതമർദ്ദനം അനുഭവിക്കുന്ന വിശ്വാസികളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ അപ്പോളജിസ്റ്റുകളും ഈ മതമർദ്ദനം അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ ചുമത്തപ്പെട്ടിരുന്ന വിശ്വാസികൾക്ക് ഇവര് ബലം പകരുന്നു. ഒപ്പം ഇവിടെ പ്രബോധനങ്ങൾ ആ കാലഘട്ടത്തിലുള്ളവരെ ഇവര് പഠിപ്പിക്കുകയും കൂടെയാണ്. ആരാണ് ക്രിസ്ത്യാനികള്, അവരുടെ വിശ്വാസം എന്താണ്, അവര് രാജാവിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ കാണുന്നത് വിശ്വാസ സമർത്ഥകരും ബൈബിൾ വ്യാഖ്യാനങ്ങളുമാണ്. വിശ്വാസ സമർത്ഥകർ ആ പാരമ്പര്യത്തെ പാലിക്കുകയും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്തവരായിരുന്നു. ഇനി അവരില് സാർദീസിലെ മെലിറ്റോ അവരിലൊരാൾ. ഏഷ്യ മൈനറിലെ ഒരു പട്ടണമായിരുന്നു സാർദീസ്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മെത്രാന്മാരിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരാളാണ് മെലിറ്റോ. ഒരു വലിയ വേദപുസ്തക വ്യാഖ്യാതാവും ദൈവശാസ്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. ഇനി നമ്മൾ കാണുന്ന മെലിറ്റോയുടെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാന രീതി. പെസഹ സംഭവങ്ങളുടെ ക്രൈസ്തവ വ്യാഖ്യാനവും അവയിൽ അന്തർലീനമായ അർത്ഥങ്ങളും വിശദമാക്കി. പഴയ നിയമവും പുതിയ നിയമ വിവരണങ്ങളും തമ്മിലുള്ള ആന്തരിക ബന്ധം വ്യാഖ്യാനിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തു. പേജ് 68 ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. പെരിപ്പാസ്കയിലെ പഴയ നിയമത്തിന്റെ ഉപയോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെരിപ്പാസ്ക എന്നാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് അർത്ഥം ഇതൊരു ഗ്രീക്ക് വാക്കാണ്. പെരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടും അല്ലെങ്കിൽ സറൗണ്ടിങ്സ് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. പാസ്ക്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെസഹ. ഇത് ഈ പെരിപ്പാസ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെസഹയെ കുറിച്ച് അതാണ് ഇപ്പൊ പറഞ്ഞത്. പെസഹ സംഭവങ്ങളുടെ ക്രൈസ്തവ വ്യാഖ്യാനം, അതാണ് പെരിപ്പാസ്കയിലെ പഴയ നിയമത്തിന്റെ ഉപയോഗം. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ്. ഇനി പഴയ നിയമം മെലിറ്റോയ്ക്ക് സുപരിചിതമായിരുന്നു. ഇത്രയും കിട്ടിക്കഴിഞ്ഞത് നിങ്ങൾക്ക് വളരെ എളുപ്പമാകാം പെരിപ്പാസ്കോ എന്നതാണെന്ന് ഇതിന്റെ, അതായത് പെസഹയെ കുറിച്ചിട്ടുള്ള പ്രബോധനങ്ങൾ ഒരു പുസ്തകമാണ്. പഴയ നിയമം മെലിറ്റോയ്ക്ക് സുപരിചിതമായിരുന്നു. പഴയ നിയമത്തിൽ നിന്ന് അദ്ദേഹം ധാരാളമായി ഉദ്ധരിക്കുകയും പഴയ നിയമ വിവരണങ്ങളെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ എന്നാൽ പരസ്പര ബന്ധിതമായ 3 വീക്ഷണങ്ങളിലൂടെയാണ് പഴയ നിയമത്തെ മെലിറ്റോ മനസ്സിലാക്കുന്നത്. 1, ദൈവം ഇസ്രായേലിനോട് എപ്രകാരം വർത്തിച്ചുവെന്നതിനുള്ള ചരിത്രരേഖ. 2,
ക്രിസ്തുവിന്റെ വരവിനെയും ജീവിതത്തെയും പ്രവർത്തനത്തെയും രക്ഷാകര മരണത്തെയും കുറിച്ച് ഒരു പരിധിവരെ വ്യക്തവും കൃത്യവുമായ വിശദീകരണം നൽകുന്ന പ്രവചന രേഖ. 3. പരസ്പര ബന്ധിതമായ രക്ഷാകര പദ്ധതിയെ മുൻകൂട്ടി സൂചിപ്പിക്കപ്പെട്ട ഭൂതകാലവും അവയുടെ ക്രിസ്തുവിലുള്ള പൂർത്തീകരണവും എന്ന നിലയിൽ ഒരൊറ്റ ആശയം മെരിറ്റോയുടെ പ്രസംഗത്തിൽ തെളിഞ്ഞു കാണാം. തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ വെളിപാടായി മനസ്സിലാക്കാമെന്ന ക്രിസ്തു കേന്ദ്രീകൃത വ്യാഖ്യാന ശൈലിയാണ് മെരിറ്റോയുടേത്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് പേജ് 77 രക്തസാക്ഷിയായ ജസ്റ്റിനെ കുറിച്ചാണ്. ഇവിടെ രമ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആളുടെ പേരല്ല കേട്ടോ, ചിർക്ക, അതായത് CA എന്നൊക്കെ കാണുന്ന ഇത് ഇംഗ്ലീഷാണ്. ഇപ്പം ഇത് മലയാളത്തിലായിക്കൊണ്ട് മലയാളം വന്നത് പോലെ ഇത് കൊണ്ടാണ് CA എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്നതാണ്. അതായത് ചിർക്ക ഏകദേശം എന്നാണ് അതിന്റെ അർത്ഥം. രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ, അദ്ദേഹം ഏകദേശം 100-165 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്, ജീവിച്ചിരുന്നയാളാണ്. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഗ്രീക്ക് വിശ്വാസ സമർത്ഥകരിൽ ഏറ്റവും പ്രധാനിയാണ് 2-ാം നൂറ്റാണ്ടിലെ ജസ്റ്റിൻ. ചിന്തകൻ, രക്തസാക്ഷി എന്നാണ് തെർത്തുല്യൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ജസ്റ്റിൻ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിന് വ്യാഖ്യാനം നൽകിയിരുന്നത് നമുക്ക് നോക്കാം. വിശ്വാസ സമർത്ഥകരിൽ ഏറ്റവും പ്രധാനിയായി അറിയപ്പെടുമ്പോഴും പഴയ നിയമത്തിന്റെ സമഗ്രമായ ഒരു വ്യാഖ്യാനം നൽകിയ ക്രൈസ്തവ വ്യാഖ്യാതമെന്ന ബഹുമതിക്കും അർഹനാണ് വിശുദ്ധ ജസ്റ്റിൻ. ജസ്റ്റിന്റെ ഏറ്റവും വലിയ സംഭാവന പഴയ നിയമ ദൈവാവിഷ്കാരങ്ങളെല്ലാം ക്രിസ്തോന്മുഖമായി വ്യാഖ്യാനിച്ചു എന്നതാണ്. ജസ്റ്റിന്റെ വ്യാഖ്യാന രീതിയെ സ്വാധീനിച്ച ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യഹൂദ രീതികൾ, ഫീലോയുടെ വ്യാഖ്യാന രീതികൾ, യവന വ്യാഖ്യാന ശൈലികൾ, ക്രൈസ്തവ രീതികൾ എന്നിവയും ജസ്റ്റിന്റെ വ്യാഖ്യാന രീതികളാണ്. നമുക്കറിയാം, നേരത്തെ ഗ്രീക്ക് തത്വചിന്തയുടെ വലിയൊരു ഇൻഫ്ലുവൻസ് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങളിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അപ്പോ ആ ഗ്രീക്ക് ഭാഷയിലും ഗ്രീക്ക് പശ്ചാത്തലത്തില് എന്താണെന്ന് അവർ കൃത്യമായി പഠിക്കുകയും അതിലവര് വളരെ നിപുണരും ആയിരുന്നു. ഇനി ജസ്റ്റിന്റെ വ്യാഖ്യാന രീതിയുടെ ഒരു പ്രത്യേകതയാണ് വാചിക വ്യാഖ്യാനം. ജസ്റ്റിന്റെ വ്യാഖ്യാന രീതി രൂപകാത്മകമാണോ വാചികമാണോ എന്നതിൽ അഭിപ്രായ സമന്വയമില്ല. അതായത് ഇപ്പൊ പറഞ്ഞത് ഇതാണ്, 2 തരത്തില്, ഒന്നെങ്കിൽ ഇത് അലഗോറി രൂപകാത്മകമാണോ അതോ ലിറ്റററി വാചികമാണോ, ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളെ അവയുടെ ബൃഹത്തായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സമഗ്രമായ വ്യാഖ്യാനം നൽകുവാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഡയലോഗിലെ 99 മുതൽ 106 വരെ സങ്കീർത്തനം 22 കുറിച്ചുള്ള വ്യാഖ്യാനമാണ്. അത് നമുക്ക് 91:9 ജസ്റ്റിൻ ഇപ്രകാരം പറയുന്ന സങ്കീർത്തനം മുഴുവനും ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് ഞാൻ വിവരിക്കാം. ക്രിസ്തുവന്മുഖതയാണ് ജസ്റ്റിന്റെ വ്യാഖ്യാനത്തിന്റെ സവിശേഷത. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിലെ ഏത് പുസ്തകവും ക്രിസ്തുവന്മുഖമാണ്. ഇപ്പോൾ നമ്മൾ വർഷങ്ങൾ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സഭാപിതാക്കന്മാരോടൊപ്പമാണ്. ഈ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം, ചില വ്യാഖ്യാനങ്ങളെങ്കിലും ആ കാലഘട്ടത്തിലെ ക്രൈസ്തവരെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇന്നത്തെ വ്യാഖ്യാതാക്കളായ നമ്മള് ഇവിടെ ആദ്യം നമ്മൾ കണ്ടായിരുന്നു, വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുമ്പോൾ പ്രാർത്ഥന വേണം, അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചിട്ടുള്ള അവഗാഹം വേണം, വിശുദ്ധ ഗ്രന്ഥ വായന വേണം, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഷ പഠിച്ചിരിക്കണം. ഇതെല്ലാം നമ്മൾ കണ്ടു. ഇങ്ങനെ നിന്ന് നമ്മൾ വചനം വ്യാഖ്യാനിക്കുമ്പോൾ, ഇവിടെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചേക്കരുതേ, ശ്രദ്ധിച്ചു കേട്ടിരുന്നോണം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു മുഴുവനും ക്രിസ്തോന്മുഖമായിട്ട് നമ്മൾ ഇവിടെ വ്യാഖ്യാനിക്കുന്നത് ജസ്റ്റിന്റെ വ്യാഖ്യാനം. അത് കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ വചനം വ്യാഖ്യാനിക്കുമ്പോൾ പഴയ നിയമം വിരൽ ചൂണ്ടുന്നത് പുതിയ നിയമത്തിലേക്കാണ്, പുതിയ നിയമം ഊന്നി നിൽക്കുന്ന പഴയ നിയമത്തിലാണ്. എങ്കിലും ഈ പഴയ നിയമ ഗ്രന്ഥത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ആത്മീയ അർത്ഥത്തില് ക്രൈസ്തവരായി നമുക്ക് അത് മുഴുവനും മിശിഹായിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എങ്കിലും പഴയ നിയമത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്.
അതെന്താ അങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. സങ്കീർത്തനം 22. നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു ഏലി ഏലി ലമാ സബക്താനി. സങ്കീർത്തനം 22 നമ്മൾ വായിക്കുന്നു, എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു. അത് തന്നെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു. സങ്കീർത്തനം 22 നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഈ സങ്കീർത്തനം 22 ഈശോയെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഉരുവിട്ട വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈശോ കേന്ദ്രീകൃതമാണെന്ന് പറയാം. എങ്കിൽ തന്നെയും ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത് ഈശോയ്ക്ക് മുൻപ് അനേകം നാളുകൾക്ക് മുൻപാണ്. അതുകൊണ്ട് തന്നെ ഈശോ ഈ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പരിശുദ്ധ അമ്മ ഈശോയെ പഠിപ്പിച്ചിരുന്നു. ഈശോ സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ടിരുന്നു. കുരിശിലെ കൊടും വേദനയുടെ സമയത്ത് ഈശോ ഈ സങ്കീർത്തനം അവിടെ പാടുകയാണ്. ഈ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സങ്കീർത്തനം എന്നതാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനം 22 നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. പക്ഷേ മിശിഹ വെളിച്ചത്തില് മെസ്സിഹ കേന്ദ്രീകൃതമായി നമുക്കിതിനെ മനസ്സിലാക്കാം എന്നുള്ളത് കൺഫ്യൂഷൻ ഇല്ല എന്ന് തോന്നുന്നു. ഉണ്ട് എന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങൾ ചോദിച്ചാൽ മതി അതെന്താണ് എന്ന്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കാണുന്നത് ലിയോൺസിലെ ഇരണേവൂസ് ആണ്. പേജ് 83. ആദിമസഭയിലെ പ്രമുഖ ചിന്തകരിൽ ഒരാളാണ് ഇരണേവൂസ്. ഗാൾ പ്രവിശ്യയിൽപ്പെട്ട ലിയോൺസ് എന്ന സ്ഥലത്തെ മെത്രാനായിരുന്നു. സ്മിർണയാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. രക്ഷാകര പ്രവർത്തനങ്ങളുടെ മുഴുവനും മകുടമായി ക്രിസ്തു സംഭവത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. സൃഷ്ടി മുതലുള്ള എല്ലാ രക്ഷാകര പ്രവർത്തനങ്ങളും ക്രിസ്തുവിലേക്കാണ് നയിക്കപ്പെടുന്നത്. ഈ തത്വമാണ് ഇരണേവൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകളുടെ മുഴുവൻ അടിസ്ഥാനം. ഇരണേവൂസിന്റെ കാഴ്ചപ്പാട്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ദൈവനിവേശിത സ്വഭാവത്തെ പറ്റിയുള്ള സഭയുടെ കാഴ്ചപ്പാടിൽ ഇരണേവൂസ് ഉറച്ച് വിശ്വസിക്കുന്നു. അതിനാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ തെറ്റുകൾ ഉണ്ടാവില്ല എന്നും അദ്ദേഹം പഠിപ്പിച്ചു. കൂടാതെ സുവിശേഷങ്ങളുടെ രചനാ കാലഘട്ടത്തെയും കർത്തൃത്വത്തെയും സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം ഇരണേവൂസ് നൽകുന്നുണ്ട്. ഇതിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആധികാരികത. വിശുദ്ധ ഗ്രന്ഥം എന്ന പേര് തന്നെ ബൈബിളിന്റെ ദൈവിക ആധികാരികതയെ വെളിപ്പെടുത്തുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥം വിശ്വാസത്തിന്റെ അടിസ്ഥാനവും നെടുന്തൂണുമാണ്. ഇനി ഇതിന്റെ തെറ്റാവരത്തെക്കുറിച്ചും സുവിശേഷങ്ങളുടെ ആധികാരികത, വിശുദ്ധ ഗ്രന്ഥ സത്യം എപ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ടു, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉദ്ധരിക്കൽ. ഏകദേശം 2000-ഓളം വിശുദ്ധ ഗ്രന്ഥ ഉദ്ധരണികള് ഇരണേവൂസിന്റെ കൃതികളിൽ കാണാം. നമുക്ക് അറിയാം, ഒരു 2000-ഓളം റെഫറൻസസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം അവഗാഹം ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇനി വ്യാഖ്യാന രീതി. എല്ലാ പ്രതിരൂപങ്ങളും രക്ഷാകര ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളെയും സംഭവങ്ങളെയും വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇരണേവൂസ് അഭിപ്രായപ്പെടുന്നു. പ്രതിരൂപാത്മക വ്യാഖ്യാനത്തിലൂടെ രക്ഷാകര ചരിത്രത്തിന്റെ അനുസ്യൂതമായ വളർച്ച ഇരണേവൂസ് വ്യക്തമാക്കുന്നു. മാമോദിസയിൽ ലഭിച്ച സത്യത്തിന്റെ നിയമവും വിശ്വാസത്തിന്റെ നിയമവും സൂക്ഷിക്കുന്നവർക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിന്റെ സുറിയാനി പതിപ്പുകൾ. ഓക്കെ, അടുത്തത് നമ്മൾ കാണുന്നത് 7-ാം അധ്യായമാണ്. പുതിയ നിയമത്തിന്റെ സുറിയാനി പതിപ്പുകളിലേക്കാണ് നമ്മളിനി കാണുന്നത്. അവിടെ ക്രൈസ്തവ വിശ്വാസ രൂപം കൊണ്ട സെമിറ്റിക് സാംസ്കാരിക ലോകത്തെ ഒരു ഭാഷ എന്ന നിലയിൽ സുറിയാനി ഭാഷയിലുള്ള ബൈബിളിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. പഴയ നിയമം സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തി, അതായത് നമ്മുടെ വിശുദ്ധ ബൈബിള്. പഴയ നിയമ ഗ്രന്ഥങ്ങൾ പ്രധാനമായും ഹീബ്രു ഭാഷയിലാണ് ഇരുന്നത്. അതിനെ പല ഭാഷകളിലേക്ക് നമ്മൾ പരിഭാഷപ്പെടുത്തിയത് നമ്മൾ കണ്ടു. ഇപ്പൊ ഇത് കാണുന്നത് സുറിയാനിയുടേതാണ്. അതായത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് 92 പേജ്. സുറിയാനിയിൽ ആദ്യത്തെ സന്തുലിത സുവിശേഷം. പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ വളർച്ചയിലും പുരോഗതിയിലും നവീന അധ്യായം തുറന്നത് തസ്യൻ ആയിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി 4 സുവിശേഷങ്ങളും പരിശോധിച്ച് അവയിലുള്ള, നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ്, അവയിലുള്ള കാര്യങ്ങളെല്ലാം ആവർത്തനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവയുടെ കാലക്രമം അനുസരിച്ച് ചിട്ടപ്പെടുത്തി ദിയാ തെസറോൺ എന്ന പേരിൽ ഒരു സന്തുലിത സുവിശേഷം പ്രസിദ്ധീകരിച്ചത്. 2-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് 4 സുവിശേഷങ്ങൾ വിവർത്തനം ചെയ്തത്. 4 ഒരു സുവിശേഷ സംഹിത സുറിയാനിയിൽ പ്രചാരത്തിൽ. എന്നാൽ 5-ാം നൂറ്റാണ്ടിൽ അംഗീകൃതമായ
4 സുവിശേഷങ്ങളിൽ പ്രചാരത്തിൽ വന്നതോടെ പ്രത്സ്യാന്റെ ദിയ തെസ്രോൺ അപ്രത്യക്ഷമായി. പിശീത്തയുടെ ഉത്ഭവം. ഈ സാഹചര്യത്തിലാണ് പിശീത്ത എന്നറിയപ്പെടുന്ന സുറിയാനി ബൈബിൾ സിറിയയിലും മെസപ്പൊട്ടോമിയയിലും പ്രചാരത്തിൽ വന്നത് എന്നാണ്. ഇങ്ങനെയൊരു സമ്പൂർണ്ണ ബൈബിൾ സുറിയാനി ഭാഷയിൽ വിരചിതമാണോ അല്ലയോ എന്നുള്ളതിന് ആരാണ് നേതൃത്വം നൽകിയതൊന്നും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരമില്ല. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളായ അതായത് വിശുദ്ധ ബൈബിള് നമ്മളിപ്പോ പറയുന്നത് സുറിയാനി പരിഭാഷയാണ്. അതില് ഡ്യൂട്രോ കാനോനിക്കൽ ബുക്സ് എന്ന് പറയുന്ന ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളും പുതിയ നിയമത്തിലെ പത്രോസിന്റെ 2ാമത്തെ ലേഖനം, യോഹന്നാന്റെ 2-3 ലേഖനങ്ങൾ, യൂദാസിന്റെ ലേഖനം, വെളിപാട് എന്നീ 5 പുസ്തകങ്ങളും വിട്ടുകളയുകയുണ്ടായി. എന്നാൽ പിൽക്കാലത്ത് സപ്തതിയിൽ നിന്നും മറ്റുമായി ഈ പുസ്തകങ്ങളെല്ലാം വിവർത്തനം ചെയ്ത് ഇവ കൂട്ടിച്ചേർത്തു. പിശീത്തയുടെ പ്രാധാന്യവും പ്രത്യേകതയും 95 പേജ്. 4-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ സിറിയയിലും മെസപ്പൊട്ടോമിയയിലും പ്രചാരം സിദ്ധിച്ച സുറിയാനി ബൈബിൾ ഒരു കയ്യെഴുത്ത് പ്രതി എന്ന നിലയിലാണ് പിശീത്ത ബൈബിളിന്റെ പ്രാധാന്യവും പ്രത്യേകതയും അടങ്ങിയിരിക്കുന്നത്. പിശീത്ത എന്ന പദത്തിന് ലളിതം എന്നാണ് അർത്ഥം. ബൈബിളിന്റെ ഈ സുറിയാനി വിവർത്തനം മറ്റുള്ളവയേക്കാൾ ലളിതവും സുഗ്രാഹ്യവുമായി തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം. ഇനി വ്യത്യാസങ്ങൾക്കും ലാളിത്യത്തിനും, അതായത് ഏത് ഭാഷ നമ്മൾ എടുത്തോ, ഇപ്പോൾ ഹീബ്രു ബൈബിളും അതിന്റെ മലയാളം POC ബൈബിളും കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി അന്തരങ്ങളുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം മാത്രം നമ്മളിപ്പോ കാണാം. അതായത് 99-ാമത്തെ പേജില് പുതിയ നിയമത്തിൽ നിന്ന് താഴെ ഉദ്ധരിക്കുന്ന ഭാഗങ്ങൾ POC 79-ൽ പ്രസിദ്ധീകരിച്ച മലയാളം ബൈബിളും കോട്ടയം സെമിനാരിയിൽ നിന്ന് 87-ൽ പ്രസിദ്ധീകരിച്ച വിശുദ്ധ ബൈബിളും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. മത്തായി POC ആണ്. മത്തായി 19:24 ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. വിശുദ്ധ ട്രാൻസ്ലേഷന് ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം കയർ സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ഈ വിശുദ്ധ ബൈബിൾ പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി രൂപതയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വിശുദ്ധ ബൈബിളാണ് നമ്മൾ കുർബാനയ്ക്ക് വായിക്കുന്നത്, വിശുദ്ധ ട്രാൻസ്ലേഷന്. അപ്പോൾ നമ്മൾ ഈ POC ബൈബിൾ കാണാപ്പാഠം പഠിച്ചും വചനങ്ങൾ പഠിച്ചൊക്കെ ഇരിക്കും, നമുക്ക് ഇത് ഭയങ്കര ഒരു അന്തരം തോന്നാം. ഇതൊരു ഉദാഹരണം മാത്രം. ഗ്രീക്ക് ബൈബിളിൽ ഇല്ലാത്ത വാക്യങ്ങള് ഇപ്പോൾ നമ്മൾ വിശുദ്ധയും POCയും കൂടെ കണ്ടു. ഇനിയിപ്പോൾ ഗ്രീക്ക് ബൈബിളിൽ ഇല്ലാത്ത ചില കാര്യങ്ങള്. മത്തായി 6:13 എന്തെന്നാൽ ദൈവരാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിന്റേതാകും. ഇത് നമുക്ക് ഗ്രീക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മത്തായി 18:10 നശിച്ചു പോയതിനെ രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇത് ഇപ്പൊ ഇങ്ങനെയുള്ളത് നമുക്ക് ഗ്രീക്കില് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ പറഞ്ഞ വാക്യങ്ങൾ വേറെ നിരവധി വാക്യങ്ങളും ഗ്രീക്ക് ബൈബിളിൽ ഇല്ല. ഇവയിൽ മിക്കതും സുപ്രധാന ഗ്രീക്ക് രേഖകളായ വത്തിക്കാൻ കോഡ് ബിയിലും സെനാറ്റിക് കോഡ് എസിലും കാണുന്നില്ല. ആദ്യം കോഡുകളെ കുറിച്ച് പഠിപ്പിച്ചപ്പം ഇങ്ങനെയുള്ള ഓരോ ഗ്രീക്ക് ഹീബ്രു ബൈബിൾ എടുത്ത് കാണിച്ചായിരുന്നു. ഇങ്ങനെ ബി എസ് ഇങ്ങനെ ഓരോ സയൻസ് ആണ്, അടയാളങ്ങളാണ് ഇതിന് കൊടുക്കുന്നത് മനസ്സിലാക്കാനായിട്ട്. പിശീത്തായിൽ പദങ്ങളുടെ വ്യാഖ്യാനം താരതമ്യേന കുറവാണ്. ഉദാഹരണം യോഹന്നാന് 1:41 ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിന് എന്നർത്ഥം കണ്ടു. പിശീത്തായിൽ ഞങ്ങൾ മിശിഹായെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചിലയിടത്ത് ഗ്രീക്ക് ബൈബിളാണ് മനസ്സിലാക്കാനായിട്ട്, വിശുദ്ധ ബൈബിളിനെക്കാട്ടിലും ഗ്രീക്ക് ബൈബിളാണ് മനസ്സിലാക്കാനായിട്ട് എളുപ്പം. ഇനി നമ്മൾ കാണുന്നത് ഫിലക്സേനിയൻ പതിപ്പിനെ കുറിച്ചാണ്. ഇവിടെ മബ്ബൂഗിലെ മെത്രാനായിരുന്ന ഫിലക്സേനൂസ് എന്ന പണ്ഡിതന്റെ പേരിൽ നിന്നാണ് ഈ വിവർത്തനം വന്നത്. ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. സുറിയാനിയിൽ അദ്ദേഹത്തിന് സമ്പൂർണ്ണ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ഫിലക്സേനിയൻ പതിപ്പിനെ പറ്റിയുള്ള ആദ്യത്തെ പരാമർശം ഗ്ലഫീറ എന്ന ഗ്രന്ഥത്തിന്റെ സുറിയാനി വിവർത്തനത്തിലാണ് കാണുന്നത്. ഇത് കുറെ കൂടെ സിമ്പിൾ ആണ് കേട്ടോ. കാർക്ലിയർ പതിപ്പ്, ഇത് മബൂഗിലെ മെത്രാനായിരുന്ന ഹർക്കേലിലെ തോമസ് ആണ് ഇതിന്റെ കർത്താവ്. അതായത് പേജ് 106-ലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി ഇവിടെ ഇതിന്റെ താഴോട്ടും ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്തത് നമ്മൾ കാണുന്നത് പലസ്തീനിയൻ പതിപ്പാണ്. സിറോ പലസ്തീനിയൻ വിവർത്തനത്തിന്റെ 3 പ്രതികളുണ്ട്. വത്തിക്കാനിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കൈയെഴുത്ത് പ്രതി, 2, 3 സീനായ് മലയിലുള്ള
സെന്റ് കാതറിൻ ആശ്രമത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 2 കൈയെഴുത്ത് പ്രതികൾ. ഇവയെ കൂടാതെ സുവിശേഷങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, പൗലോസിന്റെ ലേഖനങ്ങൾ, യാക്കോബിന്റെ ലേഖനം, പത്രോസിന്റെ 2-ാം ലേഖനം എന്നിവയുടെ ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ചില കൈയെഴുത്ത് പ്രതികളുണ്ട്. അവ ആരാധനാപരമായ വായനകൾക്ക് ഉപയോഗിക്കാനുള്ള സമാഹാരങ്ങളല്ല. സിറോ പലസ്തീനിയൻ വായനാ സമാഹാരങ്ങൾ ബൈസന്റൈൻ സഭയിൽ ഉപയോഗിക്കുന്ന വായനാ സമാഹാരങ്ങളുടെ മാതൃകയിൽ ഉള്ളതാണ്. അടുത്തത് നമ്മൾ കാണുന്നത് സുറിയാനി സഭാപിതാക്കന്മാരെ കുറിച്ചാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരാളാണ് അഫ്രാത്ത്. ആദ്യത്തെ പ്രമുഖ സഭാപിതാവാണ് അദ്ദേഹം. പേർഷ്യയിലെ മുനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അംഗയാണ് അഫ്രാത്ത്. വിശുദ്ധ ഗ്രന്ഥത്തില് യഹൂദ പാരമ്പര്യങ്ങളിലും മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളിലും അധിഷ്ഠിതമായ ഒരു ദൈവശാസ്ത്ര ദർശനം അദ്ദേഹം രൂപപ്പെടുത്തി. പൂർണ്ണമായും സെമിറ്റിക് സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഡിമോൺസ്ട്രേഷൻസ്. ഇവിടെ ലിപി 81 ലിപി മാറിയാണ് കിടക്കുന്നത്. ഡിമോൺസ്ട്രേഷൻസ് എന്നാണ് ഇത് കാണുന്നത്. പേജ് 116. മിശിഹായുടെ മനുഷ്യാവതാര രഹസ്യത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ, പ്രത്യേകിച്ചും രക്ഷാകര ചരിത്രത്തെ അതിന്റെ സമഗ്രതയിൽ മനസ്സിലാക്കാനാണ് അഫ്രാത്ത് തന്റെ രചനയിൽ മിശിഹായെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വ്യക്തിപരമായല്ല, ഒരാളുടെ മനോധർമ്മം അനുസരിച്ചുമല്ല. ഈ രചനകളിൽ എഴുതിയതൊക്കെയും ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ചിന്തകളല്ല, വായനാസുഖത്തിന് വേണ്ടിയുള്ളതുമല്ല, മറിച്ച് സാർവത്രിക സഭയുടെ വിശ്വാസവും പഠിപ്പിക്കലുമാണ് അത്. അദ്ദേഹത്തിന്റെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം. യഥാർത്ഥ ദൈവഭയത്തോടെ വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിക്കുന്ന ഏവനും ദാഹിക്കുന്നവന് വെള്ളം കിട്ടിയതുപോലെ സംതൃപ്തി അനുഭവിക്കും. ഡിമോൺസ്ട്രേഷൻ 10:8 നമുക്ക് കാണുന്നു. തന്റെ ബുദ്ധി കൊണ്ട് വചനത്തെ മനസ്സിലാക്കി പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് ബഹുമാനത്തോടെയും ദൈവവചനത്തോടുള്ള അനുസരണത്തോടെയും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന് മുതിരുന്നതാണ്. ഇന്ന് നമ്മളുടെ ഇടയിൽ ഇതിനെക്കുറിച്ചും പലതരത്തിലുള്ള കമന്റുകളുണ്ട്. കാരണം ചില സുവിശേഷ പ്രഘോഷകർ അല്ലെങ്കിൽ വചന വ്യാഖ്യാതാക്കൾ, ആധുനിക വചന വ്യാഖ്യാതാക്കള് ആദ്യം കോട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ബൈബിള് പഠിച്ചിട്ടില്ലെങ്കിലും ബൈബിളിൽ ഡോക്ടറേറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ദൈവം എനിക്കിങ്ങനെ വെളിപ്പെടുത്തി. അത് ജ്ഞാനമാണ്, വിജ്ഞാനമാണ്. ഞാൻ അതിനെ എന്നും റെസ്പെക്ട് ചെയ്യുന്നു. ഇനി അത്രമാത്രം നമ്മൾ ആദ്യം കണ്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അത്രമാത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ മാനസാന്തരത്തിലേക്കും വലിയ സുവിശേഷ പ്രഘോഷണത്തിലേക്കും അത് നയിക്കും. ഇനി രണ്ടാമത്തേത്, ആത്മാവിന്റെ അഭിഷേകം നമ്മൾ ആർജിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ എന്താണോ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അതിന് നമ്മളുടെ കഠിനാധ്വാനവും അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥ പഠനം, വായന, പ്രാർത്ഥന, അതുപോലെ തന്നെ മൂലഭാഷകളുടെ പഠനം, ഇതും അനിവാര്യമാണ്. അല്ലാതെ ഇപ്പോ വലിയ ആത്മാഭിഷേകം ഇല്ലാതെ നമ്മൾ പാവപ്പെട്ട സാധാരണ ജനങ്ങളെ ഇതും കൊണ്ടൊന്നും കുറെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം നിങ്ങളെ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അത്രമാത്രം ത്യാഗം ചെയ്തിട്ടാണ് ഇപ്പോഴും ഈ പാതിരായ്ക്കും ഇരുന്ന് തീഷ്ണതയോടെ വചനം പഠിക്കുന്ന നിങ്ങളെ ഞാൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രത്യേക അഭിഷേകം ലഭിച്ചവരാണ്. ഇപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വെറുതെയുള്ള വ്യാഖ്യാനങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അമിത പ്രാധാന്യം നമ്മൾ കൊടുക്കരുത്. പക്ഷെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പഠിച്ച് അഭിഷേകത്തോടെ നമ്മൾ വചനം പ്രഘോഷിക്കണം എന്നുള്ളതാണ് ഈ സഭാപിതാക്കന്മാര് നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങള്. ഈ അദ്ദേഹത്തിന്റെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി വെളിപാടിന്റെ പൂർണ്ണതയായി ക്രിസ്തുവും ക്രിസ്തുവിലുള്ള വിശ്വാസം. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് വിശ്വാസമാണ്. അറിവ് നമ്മളെ ഒരിക്കലും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നയിക്കുകയില്ല. അതിന് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. രാജാവിന്റെ ഭണ്ഡാരത്തിലേക്ക് പണ്ഡിതരെ നയിക്കുന്ന ദാസനാണ് ക്രിസ്തു. എല്ലാ പ്രയാണങ്ങളുടെയും ലക്ഷ്യവും മധ്യവർത്തി അടിസ്ഥാനവും ക്രിസ്തുവാണ്. എന്നാ നല്ല വ്യാഖ്യാനങ്ങളാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. ഇനി എളുപ്പമുള്ള കാര്യങ്ങളാണ്. പേജ് 120 ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ കാണുന്നത് അപ്രേമിനെ കുറിച്ചാണ്. സുറിയാനി ഭാഷയില് ദൈവശാസ്ത്ര കൃതികൾ രചിച്ച സഭാപിതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനാണ് മാർ അപ്രേം. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ
അടിസ്ഥാനപരമായ ക്രൈസ്തവ വീക്ഷണവും വിശുദ്ധ ഗ്രന്ഥ വീക്ഷണവും എന്നത് ദൈവിക അനുഗ്രഹങ്ങളിലേക്കുള്ള സാർവത്രിക വിളിയും അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങളുടെ നിറവേറലിന്റെ പൂർണ്ണതയുമാണ്. രക്ഷാകര ചരിത്രത്തിന്റെ ഓരോ ഏടുകളിലൂടെയും ദർശിക്കാനാവുന്നത് ഒരൊറ്റ ദൈവിക പദ്ധതിയാണ്. ലോകത്തിന്റെ ക്രമവും ചരിത്രവുമെല്ലാം ഈ ദൈവത്തിൽ നിന്ന് വരുന്നു. പതിയെ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വെളിപാട് മനുഷ്യാവതാരം ചെയ്ത് ക്രിസ്തുവിൽ അതിന്റെ പരകോടി എത്തുന്നു. ഇതെല്ലാം അപ്രേമിന്റെ പ്രബോധനങ്ങളാണ്. അടുത്തത് നമ്മൾ കാണുന്നത് നിസിബിസിലെ നർസായി. ഇനിയുള്ള ഭാഗങ്ങൾ ആദ്യ ഭാഗങ്ങളെക്കാട്ടിലും വളരെ നമുക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിസിബിസിലെ നർസായി കിഴക്കിന്റെ സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിലെ സഭയുടെ ചരിത്രത്തിലെ പ്രമുഖ ചിന്തകരിൽ ഒരാളാണ് അദ്ദേഹം. നർസായിയുടെ വ്യാഖ്യാന രീതികള് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും, അതായത് അദ്ദേഹത്തിന്റെ രചനകളെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ്. വെളിപാട് പ്രവചനങ്ങളും പ്രതിരൂപങ്ങളും വഴി ദൈവം മനുഷ്യരെ ബോധവൽക്കരിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. അടുത്ത സാറൂക്കിലെ യാക്കോബ്. പാശ്ചാത്യ സുറിയാനി സഭ പാരമ്പര്യത്തിലെ പ്രമുഖ ദൈവശാസ്ത്ര ചിന്തകരിൽ ഒരാളാണ് സിറിയയിലെ സാറൂക്ക് പ്രവിശ്യയിൽപ്പെട്ട ബത്നാൽ എന്ന സ്ഥലത്തെ മെത്രാനായിരുന്ന യാക്കോബ്. അദ്ദേഹത്തിന്റെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം ക്രിസ്തുയോന്മുഖത നിറഞ്ഞതായിരുന്നു. പേജ് 129 വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രതീകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നുവെന്നും പഴയ നിയമത്തിലെ നീതിമാന്മാർ യേശുവിന്റെ പ്രതീകങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇനി നമ്മൾ കാണുന്നത് 8ാമത്തെ അധ്യായം, അലക്സാണ്ട്രിയയിലെ സഭാപിതാക്കന്മാരും വ്യാഖ്യാനവും. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമന്റ്. പ്ലേറ്റോയുടെ ചിന്തകളെ ക്രൈസ്തവീകരിച്ചതിൽ പ്രമുഖനാണ് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമന്റ്. അദ്ദേഹത്തിന്റെ കൃതികളിലുടനീളം ക്രൈസ്തവ മതഗ്രന്ഥങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം തെളിഞ്ഞു കാണാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ മുഴുവൻ പുസ്തകങ്ങളും തന്നെ തന്റെ പഠനങ്ങളിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ നിന്നും ഏകദേശം 3200 ഉദ്ധരണികളും സൂചിത വാക്യങ്ങളും അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നിന്നും 5000-ഓളം ഉദ്ധരണികളാണ് ഉള്ളത്. വിശുദ്ധ ഗ്രന്ഥകാരനും വിശുദ്ധ ഗ്രന്ഥ പരാമർശം. പുരാതന ക്രൈസ്തവ എഴുത്തുകാരിൽ മുൻകാല ഉറവിടങ്ങളെ ഉപയോഗിക്കുന്നവരിൽ പ്രധാനിയാണ് വിശുദ്ധ ക്ലെമന്റ്. അദ്ദേഹത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സ്വഭാവം. ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് എപ്രകാരം വ്യാഖ്യാനിക്കാമെന്നും താത്വികമായി വാദഗതി നിരത്തിയ ആദ്യ ക്രൈസ്തവ എഴുത്തുകാരൻ വിശുദ്ധ ക്ലെമന്റ് ആണ്. വെറുതെ പെരിഫറൽ ആയിട്ട് മാത്രമല്ല, വളരെ റീസണബിൾ ആയിട്ടും ഫെയ്ത്തും റീസണും ഒരുമിച്ച് ഇവിടെ ഉപയോഗിക്കുകയാണ്. ഒരിജന്റെ ദ ഫസ്റ്റ് പ്രിൻസിപ്പിളും അഗസ്റ്റിന്റെ ഓൺ ക്രിസ്ത്യൻ ടീച്ചിങ്ങിലും വ്യാഖ്യാന രീതികളെ കുറിച്ചുള്ള പ്രബന്ധങ്ങളുടെ എല്ലാം മുന്നോടിയെ ക്ലെമന്റിന്റെ സ്ട്രോമാറ്റൈസിനെ നമുക്ക് കണക്കാക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള ക്ലെമന്റിന്റെ മനസ്സിലാക്കലുകൾ 2 അടിസ്ഥാന തത്വങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഒന്ന് അഭൂതപൂർവകമായ ആധികാരികത, 2 നിഗൂഢമായ രൂപഘടന. ക്ലെമന്റിന്റെ വ്യാഖ്യാന രീതി എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥ ഉദ്ധരണികളെ നിർലോഭം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വ്യത്യസ്ത അർത്ഥങ്ങള് വ്യാഖ്യാന രീതിയിലെ ഒരു സവിശേഷത. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ 2 രീതിയിലുള്ള അർത്ഥങ്ങൾ. ഒന്ന് ലളിതമായ അല്ലെങ്കിൽ ചരിത്രപരമായ അർത്ഥം, 2 വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രൂപകാത്മകമായ അർത്ഥം. ഈ 2 അർത്ഥങ്ങൾക്കും അദ്ദേഹം പ്രാധാന്യം നൽകുന്നു. ഒരിജിനും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവും. ആദിമസഭയിൽ ഗ്രീക്ക് ഭാഷയിൽ ദൈവശാസ്ത്ര കൃതികൾ രചിച്ച സഭാപിതാക്കന്മാരിൽ വെച്ച് ഏറ്റവും പ്രമുഖനാണ് അലക്സാണ്ട്രിയയിലെ ഒരിജിൻ. അദ്ദേഹത്തിന്റെ കാലത്താണ് അലക്സാണ്ട്രിയയിൽ ദൈവശാസ്ത്ര വിദ്യാലയം കീർത്തിയുടെ പാരമ്യത്തിൽ എത്തിച്ചേരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ബൈബിൾ വ്യാഖ്യാനത്തെ കുറിച്ചാണ്, വിജ്ഞാനീയത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശാസ്ത്രീയമായ ബൈബിൾ പഠനം വളർത്തിയെടുത്ത പണ്ഡിതനാണ് ഒരിജിൻ. നമ്മൾ മുൻപേ കണ്ടിരുന്ന ഹെക്സപ്ല, അതിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചു. ഹെക്സപ്ല 6 കോളങ്ങളിലായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെ പല ഭാഷകളില് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല സോറി ബാറ്ററി തീർന്നാണ്, ഒന്ന് കൊടുത്തിട്ട്. അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായിട്ട് ഇതിനെ കുറിച്ച് വളരെ
വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാകുന്ന വിധത്തിൽ ഇവിടെ ഉണ്ട്. പൗരസ്ത്യ ഗ്രീസിലെ വ്യാഖ്യാന കൃതികള്. ഇവിടെ ക്രൈസ്തവ മതത്തിന്റെ വ്യാപനത്തോടെ സാധാരണക്കാരായ ജനങ്ങൾ ക്രൈസ്തവ മതം സ്വീകരിച്ചു. അതോടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ജനസമ്മതിയുള്ള വ്യാഖ്യാനത്തിന്റെയും ബൗദ്ധികമായ വ്യാഖ്യാനത്തിന്റെയും ആവശ്യകത ഉയർന്നു വന്നു. അലഗോറിക്കൽ അല്ലാത്ത വ്യാഖ്യാന രീതികളിലേക്ക് പതിയെ വ്യാഖ്യാതാക്കൾ ശ്രദ്ധ പതിപ്പിക്കുവാൻ തുടങ്ങി. ക്രിസ്തു കേന്ദ്രീകൃതമായ വ്യാഖ്യാനങ്ങൾക്കുപരി ഇസ്രായേലിന്റെ മുഴുവൻ ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു വ്യാഖ്യാന ശൈലി രൂപപ്പെട്ടു. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ചരിത്രവും സംഭവങ്ങളും അവയുടെ സാഹിത്യ വിവരണങ്ങളും കൂടുതൽ പ്രാധാന്യം നേടി. പുതിയ നിയമത്തിലെ വിവരണങ്ങൾക്ക് വാചികാർത്ഥ വ്യാഖ്യാനമാണ് നൽകപ്പെട്ടത്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഇതാണ്, അതായത് അലഗോറിക്കല് നമ്മൾ ആദ്യം കണ്ടു പ്രതിരൂപാത്മകമായിട്ടുള്ള വ്യാഖ്യാനത്തെ കുറിച്ച്. ആ തലങ്ങളിൽ നിന്നെല്ലാം മാറി ഇവിടെ ക്രിസ്തു കേന്ദ്രീകൃതമായ വ്യാഖ്യാനങ്ങളില് ഇവിടെ ചരിത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വ്യാഖ്യാന ശൈലി. അതുപോലെ തന്നെ വാചികാർത്ഥം, അതായത് ഓരോ വാക്കുകളും എടുത്തുകൊണ്ട് അത് എന്താണ് അർത്ഥമാക്കുന്നത്, അത് ഈ വചനഭാഗത്തില് ഇതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ ഊന്നി പറയുന്നതാണ് ഇത്. നമ്മൾ കാണുന്നത് കേസറിയയിലെ എവ്സേബിയൂസ്. സഭാചരിത്രത്തിന്റെ പിതാവ് എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മതമർദ്ദന കാലത്തെ സഭയുടെ വ്യാഖ്യാന രീതിയെക്കുറിച്ച് എഴുതാൻ എവ്സേബിയൂസിനായി പഴയ പുതിയ രീതികളെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി അദ്ദേഹം നിലകൊള്ളുന്നു. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് പേജ് 147 കപ്പദോച്യയിലെ പിതാക്കന്മാര്. മഹാനായ ബസേലിയോസ്, നസിയാൻസൂസിലെ ഗ്രിഗോറിയോസ്, നിസായിലെ ഗ്രിഗോറിയോസ് എന്നിവരാണ് കപ്പദോച്യൻ പിതാക്കന്മാര് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത നമ്മൾ 9ാമത്തെ അധ്യായത്തിലേക്ക് കയറുന്നു. അന്ത്യോക്യയിലെ സഭാപിതാക്കന്മാര് അവരുടെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവുമാണ് നമ്മൾ കാണുന്നത്. താർസൂസിലെ തിയതോർ, അന്ത്യോക്യൻ സഭയിലെ പ്രഗത്ഭനായനും ശ്രേഷ്ഠനും ആചാര്യനുമായിരുന്ന താർസൂസിലെ മെത്രാനായിരുന്ന അദ്ദേഹം ആദിമസഭയിലെ അറിയപ്പെടുന്ന ഒരു ബൈബിൾ വ്യാഖ്യാതാവ്. അലഗോറിക്കൽ വ്യാഖ്യാന ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തമായൊരു ബൈബിൾ വ്യാഖ്യാന ശൈലി അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. അലഗോറിക്കൽ വ്യാഖ്യാന ശൈലി ബൈബിളിന്റെ യഥാർത്ഥ അർത്ഥത്തെ നിഷേധിക്കുന്നെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതായത് ബൈബിളിലെ വാക്കുകൾ അതിന്റെ സന്ദേശം കൂടി ഉൾക്കൊള്ളുന്നു. മുമ്പ് നമ്മൾ കണ്ട അതേ ആശയം തന്നെ. അടുത്തത് നമ്മൾ കാണുന്ന മൊക്സൂസ്തയയിലെ തേദോർ. അന്ത്യോക്യൻ വിദ്യാപീഠത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖ ദൈവശാസ്ത്രജ്ഞനാണ് തിയതോറും ജോൺ ക്രിസോസ്റ്റോമും ആജീവനാന്തം ആത്മസുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് ലിബാനിയോസ് എന്ന പണ്ഡിതന്റെ കീഴിൽ സാഹിത്യവും തിയതോറിന്റെ കീഴിൽ ദൈവശാസ്ത്രവും പഠിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാതാവായിരുന്ന തിയതോർ ബൈബിളിലെ മിക്കവാറും പുസ്തകങ്ങൾക്ക് ഭാഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ എല്ലാ വിശുദ്ധ ഗ്രന്ഥ ഭാഷ്യങ്ങളും വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളുടെ കൃത്യമായ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് വ്യാഖ്യാനിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അടുത്ത നമ്മൾ ജോൺ ക്രിസോസ്റ്റം. 5ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഗ്രീക്ക് പിതാക്കന്മാരിൽ ഒരാളാണ് ക്രിസോസ്റ്റം. അന്ത്യോക്യൻ ദൈവശാസ്ത്ര വിദ്യാപീഠത്തിന്റെ സ്ഥാപകനായ തേദോറിന്റെ ശിഷ്യനും പ്രമുഖ അന്ത്യോക്യൻ ദൈവശാസ്ത്രജ്ഞനായ തേദോറിന്റെ ആത്മസുഹൃത്തുമായിരുന്നു ജോൺ. 3 സാർവത്രിക പിതാക്കന്മാരുടെ ഗണത്തിലും 4 പ്രമുഖ പൗരസ്ത്യ പിതാക്കന്മാരുടെ ഗണത്തിലും ഇദ്ദേഹം ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം മനുഷ്യന്റെ അനുദിന ജീവിത പ്രശ്നങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ആര്യനിസം, അപ്പോളിനാരിസം, മാനിക്കേനിസം എന്നീ പാർശ്വതകളെ തന്റെ വ്യാഖ്യാനങ്ങളിലൂടെ അദ്ദേഹം ഖണ്ഡിച്ചു. അടുത്തത് നമ്മൾ കാണുന്നത് സൈറസിലെ തിയോഡറൈറ്റ്. അന്ത്യോക്യൻ വിദ്യാപീഠത്തിലെ അവസാന പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും സൈറസ് എന്ന പട്ടണത്തിലെ മെത്രാനുമായിരുന്നു അദ്ദേഹം. ബൈബിൾ ഒരു മികച്ച ബൈബിൾ വ്യാഖ്യാതാവായിരുന്നു അദ്ദേഹം. അടിസ്ഥാനപരമായി അന്ത്യോക്യൻ വ്യാഖ്യാന ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. നമ്മൾ കാണുന്നത് ലത്തീൻ സഭാപിതാക്കന്മാരും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനവും. ഇവിടെ തെർത്തുല്യൻ ആഫ്രിക്കയിൽ നിന്നുള്ള ആളായിരുന്നു. ആദിമ സഭയിൽ അഗസ്തീനോസ് കഴിഞ്ഞ ലത്തീൻ ഭാഷയിലെ പ്രമുഖ എഴുത്തുകാരനാണ് തെർത്തുല്യൻ. തെർത്തുല്യന്റെ വ്യാഖ്യാനം സാർദീസിലെ മെലിറ്റോയുടെ വ്യാഖ്യാന ശൈലി തെർത്തുല്യനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ആദിമ ക്രൈസ്തവരുടെ പഴയ നിയമത്തിൽ നിന്നുള്ള പല ടെസ്റ്റിമോണിയകളും തെർത്തുല്യൻ ഉപയോഗിക്കുന്നുണ്ട്. തെർത്തുല്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥം ആധികാരികമാണ്. അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിന് ഭാഷ്യങ്ങൾ എഴുതിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൃതികളിലെ ഓരോ അധ്യായത്തിന്റെയും പ്രധാന ഉറവിടം വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആധികാരികതയ്ക്ക് നിദാനം വിശ്വാസത്തിന്റെ നിയമം എഴുതപ്പെട്ട വിശ്വാസത്തിന് മുൻപേ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ
വിശുദ്ധ ജെറോം. 4 പ്രമുഖ പാശ്ചാത്യ പിതാക്കന്മാരിൽ ഒരാളാണ് ജെറോം. ലത്തീൻ സാംസ്കാരിക ലോകത്തിന്റെ അതിർത്തി പ്രദേശത്തുള്ള സ്ത്രീതോൺ എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു. 390-ൽ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ വിവർത്തനം ജെറോം ആരംഭിച്ചു. പഴയ നിയമത്തിന്റെ നിലവിലുള്ള 6 പതിപ്പുകൾ സമാഹരിച്ച് ഒരിജിൻ തയ്യാറാക്കിയ ഹെക്സപ്ലൈറ്റ് അദ്ദേഹം ഉപയോഗിച്ചു. എന്നാൽ ഹീബ്രു ബൈബിളിനെ മാത്രം അടിസ്ഥാനമാക്കിയാണ് 393 മുതൽ വിവർത്തനം ആരംഭിച്ചത്. 405 ജൂലൈ പൂർത്തിയാക്കി. 13-ാം നൂറ്റാണ്ട് മുതൽ വൾഗാത്ത് എന്ന പേരിലാണ് പ്രസ്തുത വിവർത്തനം അറിയപ്പെട്ടിരുന്നത്. കുറച്ച് ആവർത്തനങ്ങളുണ്ട്. ഇത് നമ്മൾ ആദ്യം ഈ പരിഭാഷയെക്കുറിച്ച് കണ്ടപ്പോഴും നമ്മൾ കണ്ടതാണ്. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് ഹിപ്പോയിലെ അഗസ്റ്റിൻ. ക്രൈസ്തവ ജീവിതത്തിൽ എപ്രകാരമാണ് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കേണ്ടത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദ ഡോക്ട്രീന ക്രിസ്ത്യാന. മധ്യകാല ക്രൈസ്തവ പണ്ഡിതരെ അഗസ്തീനോസിന്റെ പഠനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ സമീപിക്കേണ്ട കൃപയായിട്ടാണ് അഗസ്തീനോസ് വിശുദ്ധ ഗ്രന്ഥത്തെ കാണുന്നത്. അടുത്ത അഗസ്തീനോസിന്റെ വ്യാഖ്യാന രീതി. സെമിയോറ്റിക് തത്വങ്ങളാണ് തന്റെ വ്യാഖ്യാനത്തിനായി അഗസ്തീനോസ് കൈക്കൊണ്ടിട്ടുള്ളത്. അടയാളങ്ങളുടെയും അവയുടെ സൂചിതാർത്ഥത്തെയും ശാസ്ത്രീയമായി പഠിക്കുന്ന വിജ്ഞാന ശാഖയാണ് സംജ്ഞാശാസ്ത്രം. അദ്ദേഹത്തിന്റെ 3 കൃതികളെ ആധാരമാക്കി ഇത് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ദ ദിയലക്തിക്ക. സംവാദങ്ങളുടെ കാര്യകാരണമായ പ്രത്യേകതകളെ കുറിച്ച് ദ ഡയലക്തിക്കയിൽ അഗസ്തീനോസ് അന്വേഷിക്കുന്നു. സ്റ്റോയിക് ചിന്തകളുടെ അർത്ഥവിജ്ഞാന ശാസ്ത്രത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം എങ്ങനെയാണ് ഭൗതികമായ ലോകത്തു നിന്നും ബൗദ്ധികമായ മേഖലയിലേക്ക് ഉയരാൻ സാധിക്കുക എന്നതാണ് ഇവിടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ദ മജിസ്ട്രോ ദൊക്ടറീന. ഇതൊക്കെ എന്താണ് അഗസ്തീനോസിന്റെ വ്യാഖ്യാന രീതികളാണ്. ഇനി നമ്മൾ കാണുന്നത് സഭാപിതാക്കന്മാര് വിശുദ്ധ ഗ്രന്ഥത്തിന് നൽകിയിരുന്ന ഗുണപരമായ വ്യതിരിക്തത ആധുനിക വിമർശകർക്ക് ഒരു വെല്ലുവിളിയാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടു ഈ സഭാപിതാക്കന്മാർ അവരെത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് എല്ലാ ലോകത്തിൽ നിന്നും ലോക വ്യാപാരങ്ങളിൽ നിന്നും മുഴുവനും മാറി വിശുദ്ധ ഗ്രന്ഥത്തിനായി അവർ എത്രമാത്രം തങ്ങളെ തന്നെ അർപ്പിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇത് ഈ പിതാക്കന്മാര് ഇന്ന് നമുക്കൊക്കെ ഒരു വെല്ലുവിളി ആണ്. ഓക്കെ, വ്യാഖ്യാതാവിന്റെ പ്രകൃതത്തിനും മനോഭാവത്തിനും അനുസരിച്ചായിരിക്കണമെന്ന് ആധുനിക വിമർശകർ ചിന്തിക്കുമ്പോൾ സഭാപിതാക്കന്മാർക്ക് വ്യാഖ്യാനം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നിഷ്പക്ഷമായ ദൈവിക സ്വഭാവത്തിനും ശക്തിക്കും അനുസരിച്ച് ആണ്. വ്യാഖ്യാതാവിന്റെ പ്രകൃതിക്ക് അനുസരിച്ചല്ല, മറിച്ച് ദൈവപ്രകൃതിക്ക് അനുസരിച്ചായിട്ട് ആയിരിക്കണം വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അലക്സാണ്ട്രിയയിലെ വിജാതീയ പണ്ഡിതർക്ക് ഹോമറിന്റെ ക്ലാസിക്കുകൾ എന്നതുപോലെയല്ല സഭാപിതാക്കന്മാർക്ക് വിശുദ്ധ ഗ്രന്ഥവും നിത്യവും എപ്പോഴും സന്നിഹിതവുമായ ജീവിക്കുന്ന ദൈവത്തിന്റെ വെളിപാടുകളാണ്. ഇത് വെറും ഒരു കഥയോ അല്ലെങ്കിൽ ഒരു സാഹിത്യശൈലിയോ മാത്രമല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ വെളിപാടാണ് ഒരു വിശ്വാസിക്ക് വിശുദ്ധ ഗ്രന്ഥം. ആധുനിക വ്യാഖ്യാതാക്കൾ അത്തരത്തിലെ ഒരു മുൻവിധിയെ മാറ്റി നിർത്തും. കാരണം വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളുടെ ദൈവികമായ സ്വഭാവത്തെ അവർ പരിഗണനയിലെടുത്തു എന്ന് വരില്ല. എങ്കിലും സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിന്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കണമെങ്കിൽ അവർ ഏതൊരു വിശ്വാസത്തിൽ നിലയുറപ്പിച്ചുകൊണ്ടാണ് വ്യാഖ്യാനം നടത്തിയത് എന്ന് മനസ്സിലാക്കുക പ്രധാനപ്പെട്ട ഒന്നാണ്.